Okay, so we can start with the hydrostatic law. So hydrostatic, term water is in at rest. Hydrostatic law എന്ന് പറയുന്നത് the pressure at any point in a fluid at rest is obtained by hydrostatic law. It states that the rate of increase of pressure in a vertically downward direction must be equal to the specific weight of the fluid at that point. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ ദ പ്രഷർ ദ വാട്ടർ എന്ന് പറയുന്നത് റെസ്റ്റിലാണ്. ആ റെസ്റ്റിലിരിക്കുന്ന വാട്ടർ ഇമ്പാർട്ട് ചെയ്യുന്ന ഒരു പ്രഷർ അല്ലെങ്കിൽ ഫോഴ്സ് ആണ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന്റെ ഒരു ഡെഫിനിഷൻ എങ്ങനെയാണ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് Okay. So hydrostatic law it states that the rate of increase of pressure in a vertically downward direction must be equal to the specific weight of fluid at that point. അത് നമ്മൾ മാത്തമാറ്റിക്കലി എഴുതുവാണെങ്കിൽ സർ സ്ക്രീൻ കാണണില്ല. ഇല്ല ഇല്ല. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ, സ്ക്രീൻ കാണാവോ? ഹലോ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ ആണ്. അപ്പൊ അതിന്റെ മാത്തമാറ്റിക്കൽ നമുക്ക് എഴുതാനുള്ള പ്രഷർ പി ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു ജി ഇൻറ്റു ഇസഡ്. അതാണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു ഇമേഴ്സ് ചെയ്തിരിക്കുന്ന ബോഡി, ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ആ പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ജസ്റ്റ് ഇറ്റ് ഈസ് ഡിപെൻഡിങ് അപ്പോൺ ദി സെഡ്, എത്ര ഡെപ്തിലാണ് ആ ഒരു ഹൈറ്റിൽ, ആ ഒരു ഹൈറ്റിൽ ഡിപെൻഡ് ചെയ്തിരിക്കും അവർ എന്താ പറയാ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ഇമേഴ്സിങ് എ വാട്ടർ കോളം, അല്ലെങ്കിൽ ഒരു വാട്ടർ കോളത്തിന്റെ ജസ്റ്റ് നമ്മളൊരു ഒരു എനിവേ അല്ലെങ്കിൽ പി ഇസിക്കൽ റോ ഇൻറ്റു ജി ഇൻറ്റു ഇസഡ്. അപ്പൊ ആ ഒരു പി എന്ന് പറയുന്നത് is the pressure above the atmospheric pressure at the height of the point from the free surface. So for example നമ്മളൊരു ബോഡി ഇമേഴ്സ് ചെയ്തേക്കുന്നു ആൻഡ് ഫ്രീ സർഫസ്. ഓക്കെ, ഒരു ഫ്രീ സർഫസിൽ നിന്ന് Z ഹൈറ്റിലാണ് ഈ ഒരു ബോഡി ഇമേഴ്സ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആക്ട് ചെയ്യുന്ന പ്രഷർ എത്രയായിരിക്കും? റോ ഇൻറ്റു ജി ഇൻറ്റു Z. ഓക്കെ, ദാറ്റ് ഈസ് സോ ഇറ്റ് ഈസ് ഇതിനകത്ത് നോക്കിയാൽ തന്നെ അറിയാം ഡെൻസിറ്റി ആൻഡ് ഗ്രാവിറ്റി ആക്സിലറേഷൻ്റെ ഒരു ഗ്രാവിറ്റി കോൺസ്റ്റന്റ് ആണ്. സോ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തിനോട് പ്രൊപ്പോർഷൻ ആയിരിക്കും? ഷുഡ് ബി the height of the point from the free surface. Free surface എത്ര ഇമേഴ്സ് ചെയ്തിരിക്കുന്നു ആ ഒരു ഇതിനോട് ഡിപെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് that is a hydrostatic law is concerned about. And Z എന്ന് പറഞ്ഞാൽ നമുക്കറിയാം Z is a pressure head ആണ്. ഓക്കെ, Z is a pressure head and it is it can be either represented by Z or which is equal to P by rho g. Okay, so P by rho g എന്ന് പറഞ്ഞാൽ പ്രഷർ ഹെഡ് ആണ്. നമ്മൾ ഇനിയും ഇതിന്റെ പ്രഷർ ഹെഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പ്രഷർ ഹെഡ് ആണ് ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നെങ്കിൽ പ്രഷർ ഹെഡിന്റെ ഇക്വേഷൻ പി ബൈ റോ ജി ആണ്. ഓക്കെ, ആൻഡ് പ്രഷർ സിംപ്ലി പ്രഷർ ഹൈഡ്രോസ്റ്റാറ്റിക് ആണെങ്കിൽ റോ ഇൻറ്റു ജി ഇൻറ്റു സെഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാൽ പി ബൈ റോ ജി ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് പ്രഷർ പെർ ദി യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. ഓക്കെ, now so that's about the hydrostatic law. Appo ee oru equation important aanu, P is equal to rho into G into Z. Now we can talk about the measurement of pressure. So
regarding the measurement of pressure, we have got two devices. അതായത് നമ്മൾ ഈ രണ്ട് മെയിൻ ഡിവൈസസ് വെച്ചിട്ടാണ് ഈ പറയുന്ന പ്രഷർ മെഷർമെന്റ് ഓഫ് എ ഫ്ലൂയിഡ്, ഓക്കെ, അല്ലെങ്കിൽ ഒരു പൈപ്പിൽ ഒരു പ്രഷർ മെഷർമെന്റ് നടത്തുന്ന ഈ ഒരു രണ്ട് ഡിവൈസ് വെച്ചാണ്. ഫസ്റ്റ് വൺ ഈസ് മാനോമീറ്റർ ആൻഡ് സെക്കൻഡ് വൺ മെക്കാനിക്കൽ ഗേജസ്. എന്താണ് മാനോമീറ്റർ? ഇതിനകത്ത് as far as the exam is concerned, we are already dealing with the manometers and not mechanical gauges. Mechanical gauges നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടില്ല. സോ വി ആർ അബൌട്ട് ദിസ് മാനോമീറ്റർ. അപ്പൊ എന്താണ് മാനോമീറ്റർ? സോ ആക്ച്വലി മാനോമീറ്റർ എന്ന് പറയുന്നത് is a device for the first point is the manometer is a device for measuring the fluid pressure. Fluid pressure measure ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മാനോമീറ്റർ എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ ഇറ്റ് കണ്ടെയ്ൻസ്, അപ്പൊ അതിന്റെ ബേസിക്കലി ഒരു മാനോമീറ്റർ വൺ ഓർ മോർ ലിക്വിഡ്സ് ഉണ്ടാവും. എന്തിനായിട്ട് പല ഡിഫറെന്റ് ഡെൻസിറ്റി ലിക്വിഡ്സ് ഉണ്ടാവും ഫോർ മെഷറിംഗ് ദ ഫ്ലൂയിഡ് പ്രഷർ. Now we can talk about the classification of manometers. Okay, so manometers can be classified into major classification of two types. First one is simple manometer, okay, and simple manometer and different manometer can be classified into two major classes. For example, simple manometer and differential manometer. Okay, so simple manometer എന്ന് പറഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് it is used for measuring pressure at a single point. ഒരു സിംഗിൾ പോയിന്റിൽ നമ്മളൊരു പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് സിമ്പിൾ മാനോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പൈപ്പിലോ അല്ലെങ്കിൽ വെസലിലോ ഒക്കെ നമ്മൾ ഒരു ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിൾ മാനോമീറ്റർ, ആൻഡ് ഇറ്റ് ഈസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മെഷറിംഗ് pressure at a single point. That's about simple manometer. And we have got three types of simple manometer. First one is piezometer, second one is U-tube manometer, and third one is single column manometer. Okay, so മൂന്ന് ഡിവൈസസ് ആണ് ഉള്ളത് സിമ്പിൾ മാനോമീറ്ററിന്റെ. piezometer, U-tube manometer, and single column manometer. ഹലോ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ, കട്ടായിരുന്നു. ഹലോ, കാണുന്നുണ്ട് സാറേ. ഓക്കെ ഓക്കെ ഫൈൻ. സോ സിമ്പിൾ മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ മൂന്ന് ത്രീ ടൈപ്സ് ഉണ്ട്. പീസോമീറ്റർ, യൂട്യൂബ് മാനോമീറ്റർ, സിംഗിൾ കോളം മാനോമീറ്റർ. ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും as the name suggests, it is used for finding the difference of pressure between two points. രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഇൻ പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ്. ഓക്കെ, സോ ഡിഫറൻഷ്യൽ മാനോമീറ്റർ രണ്ട് ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. ഓക്കെ, സോ ഇനി നമുക്ക് ഇതൊരു ഡീറ്റെയിൽ ആയിട്ട് കാണാം. ആൻഡ് ഫസ്റ്റ് വൺ ഈസ് പീസോമീറ്റർ. എന്താണ് പീസോമീറ്റർ? പീസോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് മാനോമീറ്റർ ആണ്. സിംപ്ലസ്റ്റ് ഫോം ഓഫ് മാനോമീറ്റർ ആണെന്ത് piezometer എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ലോ പ്രഷർ ഓഫ് ലിക്വിഡ്സ് വിത്ത് മോഡറേറ്റ് ആക്യുറസി. സോ ഇത് ഒരു ഓവർസിയർ അല്ലെങ്കിൽ ഒരു ചോദിച്ചായിരുന്നു, എന്തായിരുന്നു ദ മാനോമീറ്റർ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ലോ പ്രഷർ വിത്ത് ലോ ആക്യുറസി. ലോ പ്രഷർ വിത്ത് മോഡറേറ്റ് അല്ലെങ്കിൽ ലോ ആക്യുറസിയിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ആ ഒരു ഡിവൈസാണ് പീസോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഹൈ ആക്യുറസി നമുക്ക് കിട്ടില്ല. ഓക്കെ, ഈ ഒരു പീസോമീറ്ററിൽ നമുക്ക് ഹൈ ആക്യുറസി കിട്ടില്ല. അതുപോലെ തന്നെ വി ആർ ഓൺലി യൂസിങ് പീസോമീറ്റർ ഫോർ മെഷറിംഗ് ലോ പ്രഷേഴ്സ്. ഓക്കെ, സോ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യാം. ആൻഡ് ദിസ് ഇസ് ദ അറേഞ്ച്മെന്റ് ഓഫ് പീസോമീറ്റർ. അപ്പോൾ പീസോമീറ്റർ ദിസ് ഇസ് പൈപ്പ്, ആൻഡ് ഇതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വി ആർ ഗോയിങ് ടു മെഷർ ദി പ്രഷർ ഇൻ ദിസ് പൈപ്പ്. ഈ ഒരു പൈപ്പിലെ ഈ ഒരു പോയിന്റിലെ പ്രഷർ നമുക്ക് മെഷർ ചെയ്യണം. സോ ഹൗ വിൽ ബി വി ആർ സിംപ്ലി പുട്ടിങ് എ പീസോമീറ്റർ ട്യൂബ്. ഒരു സിംപ്ലി ഒരു ബെൻഡ് ട്യൂബ് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോഴത്തേക്കും സംഭവിക്കും, ഈ ഒരു വാട്ടർ, ലെറ്റ് ഇറ്റ് ബി വാട്ടർ, ഇതിനകത്ത് വാട്ടർ എന്നിരിക്കട്ടെ. സോ ഇതിന്റെ ആ ഒരു ഹൈറ്റ് എത്രത്തോളം റൈസ് ചെയ്യും, ആ ഒരു ഇതിന്റെ പ്രഷർ വെച്ചിട്ട് എന്ത് ചെയ്യും, എത്രത്തോളം റൈസ് ചെയ്യും, ആ ഒരു എച്ച് ഹൈറ്റ് ഇത് റൈസ് ചെയ്യുന്ന വിചാരിക്കാം. സോ വാട്ട് ഈസ് പ്രഷർ ഇൻസൈഡ് ദാറ്റ് പൈപ്പ്? അക്കോർഡിംഗ് ടു ദി ഹൈഡ്രോസ്റ്റാറ്റിക് ലോ വി നോ ദാറ്റ് ആ ഒരു ഹൈറ്റ് എത്രത്തോളം ഹൈറ്റിലേക്ക് നമ്മൾ റൈസ് ചെയ്തോ ഇൻറ്റു റോ ഇൻറ്റു ജി, അത് ചെയ്താണ് പ്രഷർ അറ്റ് ദി പോയിന്റ് ആയിട്ട്. ഓക്കെ, സോ ദിസ് ഇസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ. ഹൈഡ്രോസ്റ്റാറ്റിക് ആ ഒരു പ്രഷർ നമ്മൾ നേരത്തെ പറഞ്ഞു. ആ ഒരു എന്തായിരുന്നു ഹൈഡ്രോസ്റ്റാറ്റിക് ലോ അനുസരിച്ച്
പ്രഷർ എന്ന് പറയുന്ന അറ്റ് പോയിന്റ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ജി ഇൻറ്റു സെഡ്. ഓക്കെ, ഹൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഇടയ്ക്ക് ഇത് കട്ടാവുന്നുണ്ട്. ഓക്കെ, സോ ദ പീസോമീറ്റർ ട്യൂബ് നമ്മൾ ജസ്റ്റ് സിംപ്ലി ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്യുന്നു. ആൻഡ് Okay, sir. So now PA is equal to rho into G into H. So the piezometer വെച്ചിട്ട് നമ്മൾ പ്രഷർ മെഷർ ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് P is equal to rho into G into H തന്നെയാണ് എന്ത് നമുക്ക് പ്രഷർ ഡയറക്ട്ലി നമുക്ക് കിട്ടും. ഓക്കെ, now second one is a YouTube manometer. YouTube manometer എന്ന് പറയുമ്പോഴത്തേക്കും this is arrangement. Okay, so ഇതിനകത്ത് തന്നെ Screen പോയി. ഹലോ പോയോ? ഇപ്പൊ കാണുന്നുണ്ടോ? Okay. So that's now we can talk about the YouTube manometer. YouTube manometer arrangement എന്ന് പറഞ്ഞ ഇതാണ്. So it's just like a bent like U shape. Okay, അതുകൊണ്ട് തന്നെയാണ് YouTube manometer എന്ന് വിളിക്കുന്നത്. അപ്പോൾ YouTube manometer എന്ന് പറയുമ്പോൾ consists of a glass tube bent in U shape and one end is connected to the pipe. പൈപ്പിലേക്ക് രണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു YouTube manometerന്റെ one end എന്ന് പറഞ്ഞാൽ പൈപ്പിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. other end എന്ന് പറഞ്ഞാൽ it is open to the atmosphere. Okay, so this is arrangement and this kind of manometric liquid ഇതിന്റെ ഉള്ളിലുണ്ട്. manometric liquid ഇതിനകത്ത് ഉണ്ട്. So using this YouTube enables the pressure of both liquids and gases to be measured with the same instrument. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഒരു കളർ എന്ന് പറയുന്നത് ഒരു എന്താണ് ഒരു മാനോമെട്രിക് ഫ്ലൂയിഡ് ആണ്. അത് എന്തായിരിക്കും മോസ്റ്റ്ലി ഈ ഒരു മാനോമെട്രിക് ലിക്വിഡ് എന്ന് പറയുന്നത് മെർക്കുറി ഒക്കെ ആയിരിക്കും. ഓക്കെ, സോ ദിസ് the U is filled with a fluid called manometric fluid. Okay, now this is the two cases for measuring the gauge pressure and vacuum pressure. അപ്പോൾ gauge pressure എന്ന് നമുക്കറിയാം it is always greater than the atmospheric pressure അല്ലേ. സോ നമുക്ക് ഇതെങ്ങനെ നമുക്ക് ഇത് ഒരു സോൾവ് ചെയ്യാം? ജസ്റ്റ് നമുക്കൊരു വേറെ ഇക്വേഷൻസ് ഒന്നും വേണ്ട, ജസ്റ്റ് ഈ പറയുന്ന ഫിഗർ വെച്ചിട്ട് നമുക്ക് തന്നെ ഇടയ്ക്ക് കട്ടാവുന്നതുകൊണ്ടാണ് ഈ സ്ക്രീൻ പോകുന്നത്. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല സർ. ഓക്കെ, വെയിറ്റ് ചെയ്യുക. ഓക്കെ ആയോ? ഇല്ല സർ, കാണണില്ല. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ആ സർ, കാണാം. Okay, fine. So these are the two arrangements shown in the figure. Now, first one is gauge pressure measure ചെയ്യുന്നതാണ്, second one is vacuum pressure measure ചെയ്യുന്നതാണ്. And ഇതിന്റെ ഒരു എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും?
So the pressure in the right limb and left limb. അപ്പോൾ നമ്മൾ based on a reference point വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? We are measuring the pressure. So നമുക്ക് ലെഫ്റ്റ് ലിംബ് നോക്കി കഴിഞ്ഞാൽ ലെഫ്റ്റ് ലിംബ് എന്ന് പറയുന്നത് this is the left limb and this is the right limb. Okay. This left limb is connected to the pipe. Okay. And the right limb is open to the atmosphere. So how we can solve that problem? ഇത് നമുക്കിപ്പോൾ ഇതിനകത്ത് ഗേജ് പ്രഷർ ആണ്, ഇത് വാക്യൂം പ്രഷർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വാക്യൂം പ്രഷർ നോക്കി കാണാനായിട്ട് സാധിക്കും. ആസ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കുറവായിട്ടുള്ള പ്രഷർ ആയതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ത് ചെയ്യും? ഈ ഒരു ലിക്വിഡിനെ ഇതിലേക്ക് പുഷ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു ലെഫ്റ്റ് ലിംബിൽ എന്താണ് ഈ ഒരു പോർഷൻ 0 ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, സോ ഹൗ വി ക്യാൻ സോൾവ് ദിസ്? ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ സാധാരണ ഇതുവരെ ഇതേപോലെ യൂട്യൂബ് മാനേജർ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് തന്നിട്ടില്ല. സോ ജസ്റ്റ് നമുക്ക് തന്നെ ഒന്ന് ജസ്റ്റ് ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പ്രഷർ പൈപ്പ് എയിലെ ഈ ഒരു പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യണം? പ്രഷർ മെഷർ ചെയ്യണം. ഓക്കെ, സോ ദ പ്രഷർ ഇൻ ദ പൈപ്പ് ആ ഒരു എയിലെ നമ്മൾ പി എന്ന് വിളിക്കുന്നു. ഓക്കെ, ആൻഡ് ഡെൻസിറ്റി ഇത് ലെറ്റ് ഇറ്റ് ബി ഈ ഒരു ലിക്വിഡ് ഇത് മാനോമെട്രിക് ലിക്വിഡ് ആണ് ആൻഡ് ദിസ് ഈസ് ദ ലിക്വിഡ് ഇൻ ദ പൈപ്പ്. ഓക്കെ, ആ ഒരു പൈപ്പിലെ ലിക്വിഡിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ρ1 എടുക്കുക. ആൻഡ് ഡെൻസിറ്റി ഓഫ് ഹെവി ലിക്വിഡ് ഇൻ പൈപ്പ്, അതായത് മാനോമെട്രിക് ലിക്വിഡിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ρ2 ആയിട്ട് എടുക്കുക. ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് ഇൻ ദ ലെഫ്റ്റ് ലിംബ്, ഇപ്പൊ ഇത്രയും ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് h1 ആണ് ആൻഡ് ദിസ് ഈസ് h2. ഓക്കെ, ഹലോ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല സർ. Okay, sir. Okay, fine. So density of height of heavy liquid in right limb അത് h2 ആണ് ആൻഡ് ഓക്കെ, അപ്പൊ നമുക്ക് നമ്മൾ ബേസ്ഡ് ഓൺ ഒരു റെഫറൻസ് ലൈൻ വരയ്ക്കുന്നു. ആ റെഫറൻസ് ലൈനിന്റെ മുകളിലേക്കാണ് എന്ത് നമ്മൾ നോക്കുന്നത്? ഈ പറയുന്ന ഒരു ഇതിന്റെ ഹൈറ്റ് നോക്കുന്നത് ബേസ്ഡ് ഓൺ ദ റെഫറൻസ് ലൈൻ. ഇതിന്റെ താഴെയുള്ള പ്രഷർ എല്ലാം എന്തായിരിക്കും? വി ആർ നെഗ്ലക്ടിങ്. ഓക്കെ, നമ്മൾ ഈ പറയുന്ന റെഫറൻസ് ലൈനിന്റെ മുകളിലേക്ക് മാത്രമാണ് പ്രഷർ നോക്കുന്നുള്ളൂ. ഓക്കെ, സോ പ്രഷർ അറ്റ് ദി റൈറ്റ് ലിംബ് ആൻഡ് പ്രഷർ അറ്റ് ദി ലെഫ്റ്റ് ലിംബ്. അപ്പൊ പ്രഷർ അറ്റ് ദി ലെഫ്റ്റ് ലിംബ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും അതിനകത്ത്? ഇപ്പൊ പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻ ദ പൈപ്പ് ഉണ്ട്, പ്ലസ് ഈ ഒരു വാട്ടർ കോളത്തിന്റെ ഹൈറ്റും ഉണ്ട്, ലിക്വിഡ് കോളം. ഇത് ലെറ്റ് ഇറ്റ് ബി വാട്ടർ. ഈ ഒരു ബ്ലൂ കളർ കാണിക്കുന്നത് വാട്ടർ ആണെന്ന് വിചാരിക്കുക. ഈ മാനോമെട്രിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് മെർക്കുറി ആണെന്ന് വിചാരിക്കുക. ജസ്റ്റ് അപ്പൊ ഈ ഒരു ലെഫ്റ്റ് ലിംബ് നമ്മൾ നോക്കുവാണെങ്കിൽ അതിനകത്ത് എന്തൊക്കെയുണ്ട്? ദ പ്രഷർ ഇൻ ദ പൈപ്പ് ഉണ്ട്, പ്ലസ് ദിസ് പ്രഷർ ഡ്യൂ ടു ദി വാട്ടർ കോളം. ഈ വാട്ടർ കോളത്തിന്റെ പ്രഷറും ഉണ്ട് ഈ ഒരു റെഫറൻസ് ലൈൻ വെച്ച് നോക്കുവാണെങ്കിൽ. റൈറ്റ് ലിംബിൽ എന്തൊക്കെയുണ്ട്? ജസ്റ്റ് ദി pressure due to the manometric liquid ഉള്ള ആ ഒരു പ്രഷർ മാത്രമേ ഈ ഒരു പൈപ്പിലുള്ളൂ. നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇറ്റ് ഈസ് നോട്ട് കണക്റ്റഡ് ടു എനി കൈൻഡ് ഓഫ് പൈപ്പ്. ഒരു പൈപ്പിലൊന്നും നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു മാനോമെട്രിക് ഫ്ലൂയിഡും മാനോമെട്രിക് ഫ്ലൂയിഡ് ഇമ്പാർട്ട് ചെയ്യുന്ന ഒരു പ്രഷർ, എക്സൈറ്റ് ചെയ്യുന്ന ഒരു പ്രഷർ മാത്രമാണ് റൈറ്റ് ലിംബിലുള്ളൂ. സോ ഹൗ വി ക്യാൻ ഇക്വേറ്റ് ഇറ്റ്? we know that according to the equilibrium condition, your reference line base is total pressure in the left limb which is equal to the total pressure in the right limb. Your reference line base is total pressure in the left. Okay, so how it will be? PA plus left limb pressure in the pipe is PA plus ρ1 G1 into H1 rho GH. Just water column in the height ആണ്, so rho into G into H, and right limb below manometric fluid in the density into acceleration due to gravity into height H2, rho into G into rho2 into G into H2. Okay, now we can solve the problem like PA. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? PA is equal to rho2 G into H2 minus rho1 G into H1. ഇങ്ങനെയാണ് നമുക്ക് പ്രോബ്ലം ഒരു കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന ഈ ഒരു മാനേജ്. സെയിം ദി കേസ് ഓഫ് വാക്യൂം പ്രഷർ. ഇപ്പോൾ വാക്യൂം പ്രഷർ ആണെങ്കിൽ എന്താണ്? വാക്യൂം പ്രഷർ ആണെങ്കിൽ ജസ്റ്റ് നോക്കിയേ, ഈ ഒരു ലെഫ്റ്റ് ലിംബിൽ എങ്ങനെ വരും? എനിവൺ പെട്ടെന്ന് പറയാൻ പറ്റുമോ? നമുക്കിത് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഒരു വാക്യൂം പ്രഷറിന്റെ കേസിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രഷർ എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? നമുക്കൊരു റെഫറൻസ് ലൈൻ വരയ്ക്കുന്നു. ആ റെഫറൻസ് ലൈനിന്റെ താഴെ ആൻഡ് ദി പ്രഷറിന്റെ ലെഫ്റ്റ് ലിംബ് എന്തൊക്കെയാണ് പറഞ്ഞേ? പ്രഷറിന്റെ ലെഫ്റ്റ് ലിംബ് എന്താണ്?
Anybody? ലെഫ്റ്റ് ലിംബിൽ എന്തൊക്കെയുണ്ട്? പ്രഷർ ഓഫ് ദി പൈപ്പ്. നമ്മൾ ഈ പോയിന്റിലെ പ്രഷറാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. സോ പ്രഷർ ഓഫ് ദി പൈപ്പ് PB ഉണ്ട്, അതാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത് അല്ലെ. ആൻഡ് ഹിയർ വി ഹാവ് ടു കൈൻഡ് ഓഫ് ലിക്വിഡ്സ്. ഫസ്റ്റ് വൺ ഈസ് എന്താണ്? മാനോമെട്രിക് ലിക്വിഡ് ഉണ്ട്. അതിന്റെ ഹൈറ്റ് എത്രയാണ്? മാനോമെട്രിക് ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ H2 ഹൈറ്റ് ആണ്. സോ അതിന്റെ ഡെൻസിറ്റി ρ2 ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എത്രയാണ്? ρ2 × G × H2 അല്ലെ. പ്ലസ് ഈ വാട്ടർ കോളം, ലെറ്റ് ഇറ്റ് ബി വാട്ടർ, ഇത് വാട്ടർ ആണെന്നിരിക്കട്ടെ. H1 ഹൈറ്റ് ഉണ്ട്. സോ ഹൗ ഇറ്റ് വിൽ ബി? എത്ര വരും? ഇത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എത്രയാണ്? ഈ ഒരു വാട്ടർ കോളം എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എത്രയാണ്? ρ1 × G × H1. ഓക്കെ, സോ ലെഫ്റ്റ് സൈഡിലുള്ള പ്രഷർ എന്ന് പറയുന്നത് പ്രഷർ ഡ്യൂ ടു ദി പൈപ്പ്, പ്രഷർ ഇൻ പൈപ്പ് പ്ലസ് ρ1 G × H1 പ്ലസ് ρ2 G × H2. അതാണ് എന്ത്? ലെഫ്റ്റ് ലിംബിലെ പ്രഷർ. റൈറ്റ് ലിംബിലെ പ്രഷർ ഉള്ള what is the pressure on right limb? 0. Okay, so നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് PB എന്ന് പറഞ്ഞാൽ PB പ്ലസ് ρ1 G × H1 പ്ലസ് ρ2 G × H2 ഈക്വൽ ടു 0. സോ ഒബ്വിയസ്ലി ഇത് വാക്യൂം പ്രഷർ ആണ്. അപ്പൊ PB എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? PB എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് മൈനസ് ആയിരിക്കും കിട്ടുന്നത്, നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, വി ആർ ഗെറ്റിംഗ് എ നെഗറ്റീവ് പ്രഷർ. സോ വാക്യൂം പ്രഷർ കാരണം എന്താണ്? ബിക്കോസ് ഈ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും എന്താണ് കുറവ് പ്രഷറാണ് ഈ ഒരു മാനോമെട്രിക് എന്ത് സംഭവിക്കുക? സോ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്കും അത് പുഷ്. ഓക്കെ, ഹയർ പ്രഷർ ടു ലോവർ പ്രഷർ പോകുമല്ലോ. അപ്പൊ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഹയർ പ്രഷർ ആയിരിക്കും കമ്പയർഡ് ടു ദി പ്രഷർ ഇൻ ദി പൈപ്പ്. സോ ഇറ്റ് വിൽ പുഷ് ദ മാനോമെട്രിക് ഫ്ലൂയിഡ് ഇൻ ടു ദി ട്യൂബ്. അതുകൊണ്ടാണ് നമുക്ക് എന്താണ് ഇവിടെ 0 വരുന്നത്. പ്രഷർ ഇൻ ദ പൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ലെസ് ദാൻ ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതുകൊണ്ടാണ് ഈ ഒരു പുഷിംഗ് നടക്കുന്നത് മാനോമെട്രിക് ഫ്ലൂയിഡ്. ഓക്കെ, ഇവിടുത്തെ കേസ് നോക്കിയേ. പ്രഷർ ഇൻ ദ പൈപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സോ ഈ ഒരു പൈപ്പ് now we can move to the next case, single column manometer. Okay, സിംഗിൾ കോളം മാനോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു പീസോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ലോ പ്രഷർ വിത്ത് ലോ ആക്യുറസി ആയിരുന്നു. സ്ക്രീൻ കാണണില്ല. ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യട്ടോ. ഇപ്പൊ ജസ്റ്റ് കട്ടായി പോകുന്നോണ്ട് പോകുന്നതാണ്. ഓക്കെ ആകുമ്പോ ഒന്ന് പറയണം കേട്ടോ. ഓക്കെ ആയോ? ഓക്കെ, ഫൈൻ. സോ യൂട്യൂബ് മാനോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ലാർജർ പ്രഷേഴ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് യൂട്യൂബ് മാനോമീറ്റർ. പീസോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ പ്രഷർ വിത്ത് ലോ ആക്യുറസി ആണ്. ആൻഡ് കമ്മിങ് ടു ദി സിംഗിൾ കോളം മാനോമീറ്റർ, വി ആർ യൂസിങ് ദി സിംഗിൾ കോളം മാനോമീറ്റർ ഫോർ മെഷറിംഗ് ലോ പ്രഷർ വിത്ത് ഹൈ ആക്യുറസി. സോ ഇതും ചോദിച്ചിരിക്കുന്നതാണ്, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാണ്. The device which is used for measuring low pressure with high accuracy. Low pressure with high accuracy എന്ന് പറയുന്നത് സിംഗിൾ കോളം മാനോമീറ്റർ ആണ്. or else it have got another name. എന്താണ്? മൈക്രോ മാനോമീറ്റർ. ഓക്കെ, മൈക്രോ മാനോമീറ്റർ എന്നും കൂടി ഈ ഒരു സിംഗിൾ കോളം മാനോമീറ്ററിനെ വിളിക്കാറുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് അതാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ലോ പ്രഷർ വിത്ത് ഹൈ ആക്യുറസി. ലോ പ്രഷർ ഹൈ ആക്യുറസിയിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സിംഗിൾ കോളം മാനോമീറ്റർ യൂസ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മൈക്രോ. സ്ക്രീൻ കാണാൻ വരുന്നുണ്ടോ?
ഇല്ല സർ. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? ഇല്ല സർ, വന്നില്ല. ഓക്കെ ആയോ? വന്നിട്ടുണ്ടോ? ഇല്ല സർ. ഓക്കെ, ഞാൻ ലീവ് ചെയ്തിട്ടൊന്ന് കയറിയാൻ പറ്റട്ടോ. ജസ്റ്റ് ഞാൻ ലീവ് ചെയ്തിട്ട്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീൻ? ഹലോ. ഇപ്പൊ കാണാം സർ. Okay, fine. So we are talking about the single column manometer. അപ്പോൾ സിംഗിൾ കോളം മാനോമീറ്റർ എന്ന് മൈക്രോ മാനോമീറ്റർ എന്ന് കൂടി വിളിക്കാം. And it is for measuring low pressure with a high accuracy. And okay. So first of all, it is a നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, it is a modified form of U2 manometer. ജസ്റ്റ് ഒരു റിസർവോയർ മാത്രം ഇതിനകത്തേക്ക് വരുന്നുണ്ട്. സോ ഒരു റിസർവോയറിലേക്ക് U2 മാനോമീറ്ററിനെ നോക്കുവാണെങ്കിൽ ഒരു റിസർവോയർ ആഡ് ചെയ്യുക. ഈ റിസർവോയറിന്റെ So the reservoir is large cross about 100 times as compared to the area of the tube. ഈ ഏരിയ ഓഫ് ദ ട്യൂബിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ റിസർവറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 100 ടൈംസ് ആയിരിക്കും. ഓക്കെ, അത് ചില പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സോ യൂട്യൂബ് മാനോമീറ്ററിന്റെ ജസ്റ്റ് നോട്ട് ചെയ്ത് ലാർജ് ക്രോസ് റിസർവറിന്റെ സെക്ഷൻ ഏരിയ പറയുന്നത് 100 ടൈംസ് ആയിരിക്കും ഇത് കമ്പയർ ടു ദിസ് ട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, സോ now next point is, so that's about the single column manometer. Problems ഒന്നും ചോദിക്കില്ല. Just okay.
Now we can talk about the differential manometers. Okay, differential manometers എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. It is used for measuring the difference of pressure between two points. രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് പൈപ്സ് തമ്മിലുള്ള ഒരു പൈപ്പിലെ രണ്ട് പോയിന്റ് തമ്മിലുള്ള എന്താണ് ഡിഫറൻസ് ഇൻ പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എന്താണ് മാനോമീറ്റർ ആണ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്ന് പറയുന്നത്. അത് തന്നെ രണ്ട് തരത്തിൽ. ഫസ്റ്റ് ആണ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ, ഇൻവേർട്ടഡ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. ഇതിന്റെ ജസ്റ്റ് ഒരു അറേഞ്ച് എന്ന് പറഞ്ഞ ഇതാണ്. അപ്പൊ നമുക്ക് രണ്ട് പോയിന്റ് ഉണ്ട്. രണ്ട് പോയിന്റ് this PA and this is PB and there is a manometric fluid inside this and നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ രണ്ട് പോയിന്റ് ഡിഫറൻസ് ഇൻ പ്രഷർ അതാണ് നമുക്ക് ഓക്കെ. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് നേരത്തെ അതേ പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്താൽ മതി. ഇവിടെ പി എ അപ്പൊ ഡിഫറൻസ് എന്താണ്? നേരത്തെ നമ്മൾ യൂട്യൂബ് മാനോമീറ്റർ ചെയ്തപ്പോൾ ഒരു പോയിന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു പൈപ്പേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇപ്പൊ നമ്മൾ ലെഫ്റ്റ് ലിംബ് എഴുതുമ്പോൾ ഒന്ന് എങ്ങനെ എഴുതാൻ പറ്റും എന്ന് പറഞ്ഞേ. പി എ ലെഫ്റ്റ് ലിംബിലെ പ്രഷർ എന്ന് പറയുന്നത് പി എ പ്ലസ് ഈ ലിക്വിഡിന്റെ എന്താണ് ഈ ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്ന ഒരു പ്രഷർ. ഓക്കെ, അതും കൂടി നമ്മൾ ടേക്കിംഗ് കെയർ ചെയ്യണം. അതുപോലെ തന്നെ അപ്പൊ അതെന്ന് പറയുമ്പോഴത്തേക്കും ലെഫ്റ്റ് ലിംബിലെ ആ ഒരു പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്കും എത്ര വരും? എച്ച് പ്ലസ് പി എ പ്ലസ് റോ വൺ ഇൻറ്റു ജി ഇൻറ്റു എച്ച് പ്ലസ് എച്ച് വൺ. അതായിരിക്കും എന്ത്? ഈ ഒരു ഹൈറ്റ് അതായിരിക്കും എന്ത്? ലെഫ്റ്റ് ലിംബിലെ പ്രഷർ. റൈറ്റ് ലിംബിൽ എന്തായിരിക്കും? റൈറ്റ് ലിംബിൽ നമുക്ക് എന്തൊക്കെയാ ഉള്ളത്? ഒരു പ്രഷർ പൈപ്പ് ഉണ്ട് പി ബി, പ്രഷറിന്റെ പൈപ്പ് പി ബി. അതുപോലെ തന്നെ രണ്ട് ഫ്ലൂയിഡ്സ് ഉണ്ട്, രണ്ട് ലിക്വിഡ്സ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ മാനോമെട്രിക് ലിക്വിഡ്. മാനോമെട്രിക് ലിക്വിഡ് ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് എച്ച്. ഓക്കെ, സോ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? പി ബി പ്ലസ് റോ 2 ഇൻറ്റു ജി ഇൻറ്റു എച്ച് പ്ലസ് ഈ ഡെൻസിറ്റി. ഈ ഒരു ലിക്വിഡ് ഡിഫറെന്റ് ആണ്, ഇതിന് മൂന്നിനേക്കാൾ ഡിഫറെന്റ് ആണെങ്കിൽ അതിന്റെ ഡെൻസിറ്റി ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. സോ റോ 3 ഇൻറ്റു ജി ഇൻറ്റു എച്ച്. സോ നമുക്ക് എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? പി എ പ്ലസ് റോ 1 ഇൻറ്റു ജി ഇൻറ്റു എച്ച് പ്ലസ് എച്ച് വൺ, ഈ ഒരു ഹൈറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു പി ബി പ്ലസ് റോ 2 ഇൻറ്റു ജി ഇൻറ്റു എച്ച് പ്ലസ് P3 ഇൻറ്റു ജി ഇൻറ്റു എച്ച് വൺ. അതായിരിക്കും എന്ത്? നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് ലിംബും ലെഫ്റ്റ് ലിംബും ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ കിട്ടും. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ദി യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. ഓക്കെ, അപ്പൊ ഇതുവരെ ഇതേപോലത്തെ ന്യൂമറിക്കൽസ് ചോദിച്ചിട്ടില്ല. എനിവേ നമുക്ക് ഇതിന്റെ എക്സ്ട്രാ വേറെ ഇക്വേഷൻസ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഈ ഒരു ലോജിക് വെച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് നൗ യൂട്യൂബ് ഇൻവേർട്ടഡ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. അപ്പൊ ഇൻവേർട്ടഡ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ യൂസ് ചെയ്യുന്ന മാനോമെട്രിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ലൈറ്റ് ഫ്ലൂയിഡ്സ് ആയിരിക്കും. അതായത് നേരത്തെ പറഞ്ഞത് മാനോമെട്രിക് ഫ്ലൂയിഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആണെങ്കിലും യൂട്യൂബ് മാനോമീറ്ററിലാണെങ്കിലും നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് മെർക്കുറി ആയിരിക്കും. അപ്പൊ പൈപ്പിലൊക്കെ വാട്ടർ പ്രഷർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് മെർക്കുറി ആയിരിക്കും മാനോമെട്രിക് ഫ്ലൂയിഡ് ആയിട്ട്. ബിക്കോസ് ഇറ്റ് ഇസ് ഹെവിയർ ലിക്വിഡ് ആണ്. ഓക്കെ, വി ആർ യൂസിങ് ഹെവി കമ്പയർഡ് ടു ദി ഹലോ ഹലോ ഐ എം സോറി, അത് ഇടയ്ക്ക് കട്ടായി പോകുന്നതാണ്. എന്താണെന്നറിയില്ല. ഞാൻ ജസ്റ്റ് മൊബൈലിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കട്ടെ. ഹലോ
ഇപ്പൊ കാണാം സാർ. ഓക്കെ ഫൈൻ. സോ പെട്ടെന്ന് തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് കട്ടായി പോകുന്നുണ്ട്. കാണുന്നു ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്. നാളത്തേക്ക് അത് എന്തായാലും ഇഷ്യൂസ് ഇല്ലാണ്ട് നോക്കാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് യൂട്യൂബ് ഇൻവെർട്ടർ ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആയിരുന്നു. അപ്പോൾ യൂട്യൂബ് ഇൻവെർട്ടർ ഡിഫറൻഷ്യൽ മാനോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈറ്റർ ഫ്ലൂയിഡ്സ് ആണ്. ഇൻവെർട്ടർ ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഹെവിയർ ലിപ്സ് ആയിരിക്കും. ഓക്കെ, ഹെവിയർ എന്താ ഉദ്ദേശിക്കുന്നത്, ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദി മാനോമെട്രിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് പൈപ്പിലുള്ള ലിക്വിഡിനേക്കാളും എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ ഹെവിയർ ആയിട്ട് പറയുന്നത്. ഓക്കെ, അറിയാമെന്ന് വിചാരിക്കുന്നു. സോ in YouTube inverted differential manometer we are using എന്താണ്, lighter fluids. Okay, so that's about the manometers. Okay, so we are done with the manometer. So piezometer, first one simple manometer ആയിരുന്നു. സിമ്പിൾ മാനോമീറ്റർ, പീസോമീറ്റർ, യൂട്യൂബ് മാനോമീറ്റർ ആൻഡ് സിംഗിൾ കോളം മാനോമീറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഈ പീസോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ്. ആൻഡ് എന്താണ്, ലോ പ്രഷർ അറ്റ് ലോ ആക്യുറസി. സിംഗിൾ കോളം മാനോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ലോ പ്രഷർ വിത്ത് ഹൈ ആക്യുറസി. ആൻഡ് മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ ഹയർ പ്രഷർ മെഷർ. ഡിഫറൻഷ്യൽ മാനോമീറ്റർ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ യൂട്യൂബ് ഇൻവെർട്ടഡ് ഡിഫറൻഷ്യൽ മാനോമീറ്ററിലേക്കും we are using the lighter fluids. ബാക്കി എല്ലാ മാനോമീറ്ററും മാനോമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കിടപ്പാണ്, ടോട്ടൽ പ്രഷർ ആൻഡ് സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയും. ടോട്ടൽ പ്രഷർ എന്താണ്, ഫോർ എക്സാമ്പിൾ ഒരു ഫ്ലൂയിഡ് ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡ് വിച്ച് സർഫസിൽ റെസ്റ്റ് ചെയ്യാനിരിക്കട്ടെ, ആ ഒരു സർഫസിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഒരു പ്രഷറിനെയാണ് ആ ഒരു ഫ്ലൂയിഡ് സർഫസിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഒരു പ്രഷറിനെയാണ് നമ്മൾ ടോട്ടൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ when a static fluid comes in contact with any surface either plane or curved, a force is exerted by the fluid on that surface. ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ വിളിക്കുന്നത് ടോട്ടൽ അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് അല്ലെങ്കിൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ടോട്ടൽ പ്രഷർ, നമ്മൾ ആ ഒരു പോയിന്റ് ഇപ്പോൾ ആ ഒരു ഫോഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് നമ്മൾ വിളിക്കുന്നത് സെന്റർ ഓഫ് പ്രഷർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സെന്റർ ഓഫ് പ്രഷർ ഈസ് ഡിനോട്ടഡ് ആസ് H. സോ പ്രഷർ എന്താണ് ഒരു സർഫസിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്. ഓക്കെ, അതിനെ നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ആൻഡ് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ടോട്ടൽ പ്രഷർ സെന്റർ ഓഫ് പ്രഷർ ആണ്. ഓക്കെ, നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി, അതായത് ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി. സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് ഒരു ടോട്ടൽ പ്രഷറിന്റെ ആ ഒരു പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ, അതാണ് എന്ത് സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, now we can move to the next important and very important topic എന്ന് പറഞ്ഞാൽ buoyancy. Okay, so buoyancy regarding ആ ഒരു ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് PSCക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് buoyancy. അല്ലെങ്കിൽ ഫേവറേറ്റ് ടോപ്പിക് നമുക്ക് പറയാൻ പറ്റും. കാരണം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കഴിഞ്ഞാൽ ചോദിച്ചിരിക്കുന്നത് ഫോർത്ത് ഇയർ ലെവലൊക്കെ എക്സാം വരുമ്പോഴത്തേക്കും ഏറ്റവും ഒരു ക്വസ്റ്റ്യൻ പോലും ഇതിന്ന് ചോദിക്കാതെ പോയിട്ടില്ല. ഓക്കെ, ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ദാറ്റ് മച്ച് ഇമ്പോർട്ടൻസ് ഈ ഒരു ടോപ്പിക്കിനുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് എന്താണ് ബോയൻസി, വാട്ട് യു മീൻ ബൈ ബോയൻസി അല്ലെങ്കിൽ ബോയൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. സോ ഫോർ എക്സാമ്പിൾ നമ്മളൊരു വാട്ടർ നമ്മൾ ഫുള്ളി അല്ലെങ്കിൽ പാർട്ട്ലി ഒരു ഫ്ലൂയിഡിലേക്ക് ഇമേഴ്സ് ചെയ്തു ഒരു ബോഡി. ആ ഒരു ബോഡിയിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന അപ്വേർഡ് ഫോഴ്സ്, ഫ്ലൂയിഡ് വിൽ അപ്വേർഡ് ഫോഴ്സ് into that body. ആ ഒരു ഫോഴ്സിനാണ് ബോയൻ ഫോഴ്സ് പറയുന്നത്. ദാറ്റ് അപ്വേർഡ് ഫോഴ്സ് ഈസ് നോൺ ആസ് ബോയൻ ഫോഴ്സ് അല്ലെങ്കിൽ ബോയൻസി എന്ന് നമ്മൾ വിളിക്കും. സോ ഇറ്റ് ഈസ് എ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ആൻ ഒബ്ജെക്ട് ദാറ്റ് ഈസ് wholly or partly immersed in a fluid. അതായത്
പാർഷ്യലായിട്ടോ അല്ലെങ്കിൽ ഫുള്ളി ഇമേഴ്സ് ചെയ്ത ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്ന എന്താണ് അപ്വേർഡ് ഫോഴ്സ് ആണ് ബോയൻസി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് എന്താണ് മോർ പ്രിൻസിപ്പിൾ ഇറ്റ്സ് ബേസ്ഡ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്. എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ? body is immersed in fluid either partly or fully, it experiences a net vertical force known as buoyant force, and this buoyant force is equal to water displaced. So our rate of okay. So what is the buoyant Archimedes principle? The force is equal to the weight of fluid displaced, or else നമ്മൾ ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യാം. ഒരു ബക്കറ്റിലേക്ക് എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒരു ബോഡി നമ്മൾ ഇടുന്നു. ഓക്കെ, ഇട്ട് കഴിയുമ്പോൾ എന്താ സംഭവിക്കും? സം വാട്ടർ വിൽ ഗെറ്റ് ഡിസ്പ്ലേസ്ഡ്. എന്തുകൊണ്ട്? ആ ഡിസ്പ്ലേസ്ഡ് വോളിയം ഓഫ് ദി ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലന്റ് ആയിരിക്കും? ദ ഡിസ്പ്ലേസ്ഡ് ലിക്വിഡ് എന്ന് പറയുന്നത് ആ ഒരു വോളിയം ഓഫ് ബോഡിക്ക് ഈക്വലന്റ് ആയിരിക്കും. അപ്പൊ നമുക്കറിയാം ഒരു ബക്കറ്റിൽ ഒരു ഫുൾ ഓഫ് വാട്ടർ ആണ്. അപ്പൊ ആ ഒരു ബോഡിക്ക് പ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ബോഡിക്ക് വേണ്ട സ്പേസ് ഉണ്ടല്ലോ, അപ്പൊ ആ ഒരു വോളിയം തന്നെ. സോ ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ് വിൽ ബി ഈക്വൽ ടു ദി വോളിയം ഓഫ് ദി ബോഡി. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ദ വോളിയം ഓഫ് fluid will be equal, fluid displaced is equal to the volume of the body. And now we can say that buoyant force is equal to the weight of fluid displaced. എത്രത്തോളം weight displace ചെയ്തോ അതിന് equivalent ആയിരിക്കും എന്ത്? buoyant force എന്ന് പറയുന്നത്. Okay, and this buoyant force is always act upwards through that centroid of the displaced volume. Okay, അപ്പോൾ അവർ buoyant force act ചെയ്യുന്നു എന്ന് പറയുന്നത് through the centroid of the displaced volume. Displaced volume in the centroid ആയിരിക്കും അവർ buoyant force act ചെയ്യുന്നത്. പറഞ്ഞു the volume of fluid is equal to the volume of the body, and second is the buoyant force FB is equal to the weight of fluid displaced. Okay, അപ്പൊ രണ്ട് സ്റ്റെപ്പിനെ ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ ആ രീതിയിൽ പഠിപ്പിക്കാം. Now we can go on to the center of buoyancy. എന്താണ് center of buoyancy? Center of buoyancy എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് buoyant force. ആ ഒരു buoyant forceന്റെ buoyancy എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സെന്റർ ഓഫ് buoyancy എന്ന് പറയുന്നത് എന്തായിരിക്കും? സെന്റർ ഓഫ് buoyancy എന്ന് പറയുന്നത് should be the center of gravity of the immersed part of the body. ഇമ്മേഴ്സ്ഡ് പാർട്ടിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇഫ് എ ബോഡി ഈസ് പാർട്ട്ലി ഇമ്മേഴ്സ്ഡ് ഇൻ എ എന്താണ് പാർട്ട്ലി ഇമ്മേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഒരു ലിക്വിഡ്, അതിന്റെ ആ ഒരു ഇമ്മേഴ്സ്ഡ് പോർഷന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെന്റർ ഓഫ് ബോയൻസി. അപ്പൊ ഇതൊരു എന്താണ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. സെന്റർ ഓഫ് മൂന്നാം സ്റ്റേറ്റ്മെന്റിൽ വന്നിരുന്നു. ആ സ്റ്റേറ്റ്മെന്റിൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് ബോയൻസി ഇസ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഇമ്മേഴ്സ്ഡ് പാർട്ട് ഓഫ് ദി ബോഡി. നമ്മളൊരു നമ്മൾ പാർട്ട്ലി ഇമ്മേഴ്സ്ഡ് ആണെന്നിരിക്കുന്നത്, ആ സെന്റർ ഓഫ് ബോയൻസി എന്ന് വിളിക്കുന്നത്. ഓക്കെ, now talk about the stability conditions of completely submerged body. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെ ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയം എങ്ങനെയാണ്, അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആണോ, അല്ലെങ്കിൽ ന്യൂട്രൽ ഇക്വിലിബ്രിയം എങ്ങനെയാണ്? അതായത് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് സെന്റർ ഓഫ് ബോയൻസി ആൻഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. അതായത് ഒരു ബോഡി സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് സെന്റർ ഓഫ് ബോയൻസിയുടെ പൊസിഷൻ അനുസരിച്ചാണ് എന്ത് ഈ പറയുന്ന ഒരു ബോഡി സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. Now let's talk about stable stability conditions. Okay, so ഇതിനകത്ത് മൂന്ന് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ഉണ്ട്, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ഉണ്ട്, ന്യൂട്രൽ ഇക്വിലിബ്രിയം. ഇത് ഇതേപോലെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് if the body is stable, then the center of buoyancy should be above the center of gravity, body should be below center of gravity.
പോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഒരു 2 to 3 ടൈംസ് ഞാൻ പല പ്രീവിയസ് ഇയർ പേപ്പേഴ്സിലും കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഇത് പഠിക്കും. ഓക്കെ, ഒരു കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് ബോഡി. വി ആർ ടോക്കിംഗ് അബൌട്ട് എ ബോഡി വിച്ച് ഇസ് കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് ഓൺ ദി ലിക്വിഡ്, ഒരു ഫ്ലൂയിഡ് അല്ലെങ്കിൽ ലിക്വിഡിൽ കംപ്ലീറ്റ്ലി ബോഡിയുടെ കാര്യമാണ് പറയുന്നത്. ഫോർ ഇക്വിലിബ്രിയം the center of buoyancy should be above center of gravity. Center of buoyancy പറയുന്നത് should be always above center of gravity. Okay, just cut the first figure. First figure നമുക്ക് കാണുമ്പോൾ സമയം ആദ്യം നമ്മൾ എന്താണ് ഒരു ബലൂണാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫിഗറിൽ ലെഫ്റ്റ് സൈഡിൽ center of buoyancy is above center of gravity and center of next figure an angular deformation. ഒരു angular deformation in the clockwise direction. Clockwise direction angular deformation കഴിഞ്ഞപ്പോഴത്തേക്കും what will happen? The position just changes. അത് inclined ഒരു പൊസിഷൻ ആയി. അപ്പൊ നമുക്ക് കാണാൻ പറ്റും എന്താണ് ആ ഒരു ചെറിയ the upward force and downward force and the line of the vertical line of different. നമുക്ക് മനസ്സിലാവും എന്താ പൊസിഷൻ ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു, ആ ഒരു വെർട്ടിക്കൽ ടു ഈക്വൽ ഫോഴ്സസ് രണ്ട് എന്താണ് ഒരു ഡിസ്റ്റൻസിൽ ആക്ട് രണ്ട് opposite force, equal and opposite forces which will constitute a couple. couple constitute ചെയ്യാം upward force ആണ് മോഡൽ. സോ അതുകൊണ്ട് തന്നെ സംഭവിക്കും ആ ഒരു ബോഡീനെ സ്റ്റേബിൾ കൊണ്ടുവരാൻ സാധിക്കും. ഒരു ആംഗുലർ ഡിഫോർമേഷൻ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കൊടുക്കുമ്പോൾ ആ ഒരു കപ്പിൾ ഫോം ചെയ്തിരിക്കുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ ആ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കൊടുക്കുന്നത് കഴിയുമ്പോഴത്തേക്കും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അതിന്റെ സോ ദ ബോഡി വിൽ ബിക്കം സ്റ്റേബിൾ. ഓക്കെ, ലെഫ്റ്റ് സൈഡ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഡൗൺവേർഡ് ഫോഴ്സ് ആണ്, സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ് മുകളിൽ. അപ്പോൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി മുകളിലായതുകൊണ്ട് തന്നെ ഒരു ആംഗുലർ ഡിഫോർമേഷൻ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, കപ്പിള് ഫോം ചെയ്യുന്നതും എന്തിലായിരിക്കും, കപ്പിള് ഫോം ചെയ്യുന്നതും ആ ഒരു കപ്പിൾ ഫോഴ്സസും ഡെവലപ്പ് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. സോ അൺസ്റ്റേബിൾ ാണ് ആംഗുലർ ഡിഫോർമേഷൻ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ. സോ വെൻ വി ആർ ഗിവിംഗ് ആൻ ആംഗുലർ ഡിഫോർമേഷൻ ഇൻ ദി പോസിറ്റീവ് in the clockwise direction, the couple force is constituting in the same clockwise direction തന്നെയാണ് ആ ഒരു couple force കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ it should be in unstable equilibrium. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെന്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് സെന്റർ ഓഫ് ബോയൻസി ഷുഡ് ബി കോയിൻസൈഡ്. ന്യൂട്രൽ ഇക്വിലിബ്രിയം വരുമ്പോഴേക്കും കോയിൻസൈഡ്. ഒക്കെ നമ്മൾ 3 കേസ് പറഞ്ഞു സ്റ്റെബിലിറ്റി കണ്ടീഷൻ വെച്ചിട്ട്. സോ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അവർ ഇത് പഠിക്കുക. നിങ്ങളിപ്പോൾ പഠിക്കാനാണെങ്കിൽ സ്റ്റേബിൾ തന്നെയാണ്. അപ്പൊ ബി ജി നോക്കുന്നത് ബി ഷുഡ് ബി അബവ് ജി. ഓക്കെ, സോ ഏതെങ്കിലും പഠിക്കാം. കൺഫ്യൂഷൻ ഉള്ളവര് ഏതെങ്കിലും ഇത് പറഞ്ഞു. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ദി stability condition, completely submerged mode. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അടുത്ത പഠിക്കാൻ മെറ്റാ സെന്റർ ആണ്. എന്താണ് മെറ്റാ സെന്റർ? അപ്പൊ സിംപ്ലി നമ്മൾ മെറ്റാ സെന്റർ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഇമാജിൻ വെസൽ ആണ് ഇരിക്കട്ടെ, ഒരു വെസൽ ആൻഡ് ഇറ്റ് ഈസ് എന്താണ് ഒരു ഫ്ലോട്ടിംഗ് വെസൽ ആണ് ഇരിക്കട്ടെ. ഓക്കെ, ഇറ്റ്സ് എ ഫ്ലോട്ടിംഗ് വെസൽ ആൻഡ് ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി സബ്മർജ്ഡ്, ഇറ്റ് ഈസ് പാർട്ട്ലി സബ്മർജ്ഡ്. ഒരു ഫ്ലോട്ടിംഗ് ബോഡി. ഫ്ലോട്ടിംഗ് ബോഡി നമ്മൾ ജസ്റ്റ് ഒരു ഡിഫ്ലക്ഷൻ കൊടുക്കുന്നു. ജസ്റ്റ് ഒരു ഡിഫ്ലക്ഷൻ കൊടുക്കുമ്പോൾ ഇറ്റ് വിൽ ടിൽറ്റ്. ഓക്കെ, ഇറ്റ് വിൽ ഓസിലേറ്റ്. നമ്മൾ ആ ഒരു ഓസിലേറ്റ് ചെയ്യുന്ന ആ പോയിന്റിനെ നമ്മൾ മെറ്റാ സെന്റർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ഫ്ലോട്ടിംഗ് ബോഡി ഉണ്ട്. ആ ഫ്ലോട്ടിംഗ് ബോഡിയെ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒരു ഡിസ്റ്റർബൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ആംഗുലർ ഡിഫ്ലക്ഷൻ നമ്മൾ കൊടുക്കുന്നു. അപ്പൊ ആ ഒരു ആംഗുലർ ഡിഫ്ലക്ഷൻ കൊടുക്കുമ്പോൾ അത് ഓസിലേറ്റ് പോയിന്റിനെ മെറ്റാ സെന്റർ പറയുന്നു. ഓക്കെ, സോ ഈ മെറ്റാ സെന്റർ എന്ന് പറയുന്നത് എന്തിനു മാത്രമുള്ളതാണ്? ഓൺലി സ്പെസിഫിക്കലി ഫോർ എ ഫ്ലോട്ടിംഗ് ബോഡി. ഫ്ലോട്ടിംഗ് ബോഡിക്ക് മാത്രമുള്ള ഒരു ഇതാണ് മെറ്റാ സെന്റർ എന്ന് പറയുന്നത്. ആൻഡ് ദി മെറ്റാ സെന്റർ ഈസ് ദ പോയിന്റ് വിച്ച് ദ ബോഡി സ്റ്റാർട്ട്സ് ഓസിലേറ്റിംഗ്. ആ ബോഡി ഓസിലേറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് മെറ്റാ സെന്റർ എന്ന് പറയുന്നത്. ആൻഡ് മെറ്റാസെൻട്രിക് ഹൈറ്റ്, വാട്ട് ഈസ് ദ മെറ്റാസെൻട്രിക് ഹൈറ്റ്? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ബൈ ദ ലെറ്റർ GM.
ആ ഒരു പേര് ആ ഒരു ഇതിൽ തന്നെ ഉണ്ട് എന്താണ് ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതേപോലെ തന്നെ we have to analyze the stability conditions. Okay, the stability conditions of a partially submerged bodies under angular deflection. Okay, അപ്പൊ അതെങ്ങനെയാ നോക്കാം. അപ്പൊ മെറ്റാസെൻട്രൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയുന്നത് മെറ്റാസെൻട്രൽ is the point the body starts oscillating and we know that ഇത് നമ്മൾ ഫസ്റ്റ് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ എം ജി ബി ഇതെല്ലാം എന്താണ് മെറ്റാസെന്റർ, സെന്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് സെന്റർ ഓഫ് ബോയൻസി ലൈസ് ഇൻ ദ സെയിം ലൈൻ. ഓക്കെ, സെയിം ലൈൻ ആണ്. ഇഫ് യു ഗിവ് എ ആംഗുലർ ഡിഫ്ലക്ഷൻ, ഓക്കെ, അപ്പൊ നമ്മൾ ആ സെക്കൻഡ് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും എന്താണ് എം ആൻഡ് ജി റിമൈൻസ് ഇൻ ദ സെയിം പൊസിഷൻ അല്ലെ, സെയിം പൊസിഷൻ തന്നെ ഉണ്ട് ഇൻ ദ സെയിം ലൈൻ. എം ആൻഡ് ജി ഇസ് ഇൻ ദ സെയിം ലൈൻ ബട്ട് ദ സെന്റർ ഓഫ് ബോയൻസി എന്താണ്, സെന്റർ ഓഫ് ബോയൻസി ചേഞ്ച് ചെയ്തു ഫ്രം ബി ടു ബി വൺ. ലെറ്റ് ഇറ്റ് ബി ബി വൺ. ആ ഒരു പൊസിഷൻ എന്തുകൊണ്ടായിരിക്കും സെന്റർ ഓഫ് ബോയൻസിയുടെ ആ ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്തത്? ആരെങ്കിലും പറയാൻ പറ്റുമോ? എന്തുകൊണ്ടായിരിക്കും സെന്റർ ഓഫ് ബോയൻസിയുടെ പൊസിഷൻ മാത്രം ചേഞ്ച് ചെയ്യാനുള്ള കാരണം എന്താണ്? എനിവൺ? Why the center of gravity remains same? Why the center of buoyancy position has been changed? And what is center of buoyancy? Center of buoyancy is the center of gravity of immersed part. Immersed part the center of gravity is the center of buoyancy. If you are taking deflection, majority of force സംഭവിക്കും. സെന്റർ ഓഫ് സി ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യും ഇല്ലേ? കാരണം ആ ഒരു പൊസിഷൻ നമുക്ക് അറിയാം, ടിൽറ്റ് ചെയ്തിരിക്കുന്ന ബോഡിയാണ്. ടിൽറ്റ് ചെയ്തിരിക്കുന്ന ബോഡി പോർഷന്റെ ആ ഒരു ഇത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പൊസിഷൻ മാറും. ദാറ്റ്സ് വൈ ദ സെന്റർ ഓഫ് ബോയൻസി ഈസ് ക്ലിയർ ആണോ? ഹലോ ഹലോ കേൾക്കാം സർ. ഫൈൻ. സോ നമ്മൾ അതിന്റെ സ്റ്റെബിലിറ്റി ചെയ്യാൻ പോകണം. സ്റ്റെബിലിറ്റി കണ്ടീഷൻ സോ ഹൗ ഇറ്റ് വിൽ ബി അതാണ് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫോർ എ ഫ്ലോട്ടിംഗ് ബോഡി സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് പോയിന്റ് എം should be in a stable equilibrium. Then the meta center should be above the center of gravity. Center of gravity it will depending upon the എന്താണ് center of gravity center of meta center base ചെയ്തിട്ടാണ് floating ബോഡിയുടെ സ്റ്റെബിലിറ്റി നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ stable point m should be above point g. m എന്ന് പറയുന്നത് പോയിന്റ് സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ മുകളിലായിരിക്കും. സോ മെറ്റാ സെന്റർ ഷുഡ് ബി ഓൾവേസ് അബവ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. അതായിരിക്കും സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കപ്പിൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആ ഒരു സെയിം തിയറി നമുക്ക് ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, സോ ഇങ്ങനെ പഠിച്ചു വെക്കാം. എം ഷുഡ് ബി ഓൾവേസ് അബവ് ദി പോയിന്റ് ജി. അതാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ആൻഡ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ നേരെ ഓപ്പോസിറ്റ് പോയിന്റ് എം ഷുഡ് ബി ബിലോ ദി പോയിന്റ് ജി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു കേസ് പഠിച്ചു വെക്കാം. ഓക്കെ, സ്റ്റേബിളിന്റെ കേസ് മാത്രം പഠിച്ചു വെക്കാം, കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി. ഓക്കെ, ആൻഡ് ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോഴത്തേക്കും എം ഷുഡ് ബി കോയിൻസൈഡ് വിത്ത് പോയിന്റ് ജി. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ദി മെറ്റാ സെന്റർ. അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? മെറ്റാ സെന്റർ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു? ഇറ്റ്സ് ആക്ച്വലി ദ പോയിന്റ് അറ്റ് വിച്ച് ദ ബോഡി സ്റ്റാർട്ട്സ് ഓസിലേറ്റിംഗ്. നമ്മളൊരു ടെൽറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഓസിലേറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് മെറ്റാ സെന്റർ എന്ന് പറയുന്നത്. ആ ഒരു മെറ്റാ സെന്റർ then നമ്മൾ അതിന്റെ സ്റ്റെബിലിറ്റി കണ്ടീഷൻ പറഞ്ഞു. സ്റ്റെബിലിറ്റി കണ്ടീഷൻ പറഞ്ഞാൽ പോയിന്റ് എം ഷുഡ് ബി അബവ് പോയിന്റ് ജി. ഓക്കെ,
നൗ സോ ഇതുവരെ ക്ലിയർ ആണോ? കുറച്ച് കണക്ടിവിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ സർ. സോ ഞാൻ ഈ പറഞ്ഞതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചോദിച്ച കാര്യങ്ങൾ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഓൾമോസ്റ്റ് ഓൾ പാർട്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോയൻസിയുടെ കേസ് മുതൽ എല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നൗ we can move to the fluid kinematics. Fluid kinematicsന്റെ പോർഷനിലേക്ക് കിടക്കുകയാണ്. So first of all, types of fluid flow. So what are the types of fluid flow? അപ്പൊ അതിനെ നമുക്ക് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ. ഓക്കെ, അപ്പൊ എന്താണ് സ്റ്റഡി ഫ്ലോ? അപ്പൊ ഈ ഒരു പോർഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ ചിലപ്പോൾ എക്സാമ്പിൾസ് ഒക്കെ ചോദിച്ചേക്കാം. സോ സ്റ്റഡി ഫ്ലോ, അൺസ്റ്റഡി ഫ്ലോ, യൂണിഫോം ഫ്ലോ, നോൺ യൂണിഫോം ഫ്ലോ, ലാമിനാർ, ടർബുലന്റ്, കംപ്രസിബിൾ, ഇൻകംപ്രസിബിൾ, ഇതേപോലത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. സോ ഈ പോർഷനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ. അപ്പൊ എന്താണ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ. സോ സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്, സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത് എ ഫ്ലോ ഈസ് സെഡ് ടു ബി സ്റ്റഡി ഫ്ലോ if different fluid properties such as fluid velocity, അല്ലെങ്കിൽ acceleration, etc. do not change with respect to time. Actually steady flow എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഓഫ് ടൈം ആണ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ടൈമിൽ എന്താ പറയാ, these characteristics should not change with respect to time. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടീസും അല്ലെങ്കിൽ ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഡെൻസിറ്റി അല്ലെങ്കിൽ വിസ്കോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റി. ഓക്കെ, ദീസ് ക്യാരക്ടറിസ്റ്റിക്സ് ഡു നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതാണ് സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. ആൻഡ് അൺസ്റ്റഡി ഫ്ലോ എന്ന് പറയുമ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. A flow is said to be unsteady if the different fluid properties and the fluid velocity changes with respect to time. So mathematically we can represent the steady flow as dv by dt is equal to 0. Okay, so steady flow എന്ന് പറഞ്ഞാൽ just the fluid properties remains constant with respect to time. Okay, do not change with respect to time. So dv by dt is equal to 0 or dr by dt is equal to 0. അതാണ് steady flow എന്ന് പറയുന്നത്. Unsteady flow എന്ന് പറഞ്ഞാൽ dv by dt not equal to 0. It will change with respect to time. So actually steady flow എന്ന് പറയുന്നത് is a function of time. ഒരു function of time ആണെന്ന് പറയാം. So that's about the അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് എന്ത് പറയാൻ പറ്റും? സ്റ്റഡി ഫ്ലോന്റെ എക്സാമ്പിൾ പറയാമോ? Flow through a pipe of uniform diameter with uniform at a uniform rate. ഇപ്പോൾ സ്റ്റഡി ഫ്ലോന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഫ്ലോ ത്രൂ എ പൈപ്പ് വിത്ത് യൂണിഫോം ഡയമീറ്റർ വിത്ത് യൂണിഫോം റേറ്റ്. എന്റെ റേറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം ആയിരിക്കണം. അതുപോലെ തന്നെ യൂണിഫോം. ഓക്കെ, അപ്പൊ യൂണിഫോം ക്രോസ് സെക്ഷൻ ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു സ്റ്റഡി ഫ്ലോ എന്ന് പറയാൻ പറ്റും. ഓക്കെ, and next one is uniform and non-uniform flow. Uniform flow and non-uniform flow is actually a function of space. അത് സ്പേസിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ നേരത്തെ നമ്മൾ സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്ന ഒരു ടൈമിന്റെ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. ആൻഡ് റിഗാർഡിംഗ് യൂണിഫോം ഫ്ലോ is a function of space. Okay, so in this type of flow, different fluid properties and fluid velocity does not vary with respect to space. അതായത് ഒരു these fluid properties and the fluid velocity should be remains the same at every section. ഒരു പൈപ്പിന്റെ ഒരു പൈപ്പ് ഫ്ലോ എടുക്കുകയാണെങ്കിൽ, ഡിഫറെന്റ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ എല്ലാ സെക്ഷനിലും each and every section എന്താണ് these properties will remain same. അതാണ് എന്തെന്ന് പറയുന്നത് യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത്. സോ യൂണിഫോം ഫ്ലോ ഈസ് ആക്ച്വലി എ ഫംഗ്ഷൻ ഓഫ് സ്പേസ്. ഇപ്പൊ നമ്മളൊരു പൈപ്പ് ഫ്ലോ എടുക്കുകയാണെങ്കിൽ സെക്ഷൻ പല സെക്ഷനായിട്ട് നമ്മൾ തിരിക്കുകയാണ്. ഓക്കെ, ഓരോ സെക്ഷനിലും എന്തായിരിക്കും ഈച്ച് ആൻഡ് എവറി സെക്ഷൻ ദിസ് പൈപ്പ് ഫ്ലോ ദി പ്രോപ്പർട്ടീസ് ഓഫ് ദിസ് ഫ്ലൂയിഡ് നോൺ യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈ ഒരു ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ആൻഡ് ഫ്ലൂയിഡ് വെലോസിറ്റി വിൽ വേരി വിത്ത് റെസ്പെക്ട് ടു സ്പേസ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് യൂണിഫോം ഫ്ലോന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം എന്താണ്? കോൺസ്റ്റന്റ് ഡിസ്ചാർജ് ത്രൂ എ കോൺസ്റ്റന്റ് ഡയമീറ്റർ പൈപ്പ്. കോൺസ്റ്റന്റ് ഡിസ്ചാർജ് ത്രൂ എ കോൺസ്റ്റന്റ് ഡയമീറ്റർ പൈപ്പ് നമുക്ക് എന്ത് ചെയ്യാം?
ഈ ഒരു യൂണിഫോം ഫ്ലോയിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. നോൺ യൂണിഫോം ഫ്ലോയിന്റെ എക്സാമ്പിൾ ആയിട്ട് എന്ത് പറയാൻ പറ്റും? കോൺസ്റ്റന്റ് ഡിസ്ചാർജ് ത്രൂ എ വേരിയബിൾ ഡയമീറ്റർ പൈപ്പ്. അതായത് ഒരു ടൈപ്പറിംഗ് സെക്ഷൻ പോലെ, ടൈപ്പറിംഗ് അല്ലെങ്കിൽ ആ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ വ്യത്യാസം വരുന്ന പൈപ്പ്, അതിലൂടെയുള്ള ഡിസ്ചാർജ് വിത്ത് അറ്റ് എ യൂണിഫോം റേറ്റ്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഡിസ്ചാർജ് ത്രൂ എ വേരിയബിൾ ഡയമീറ്റർ പൈപ്പ്. അത് നോൺ യൂണിഫോം ഫ്ലോയിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് കംപ്രസിബിൾ ആൻഡ് ഇൻകംപ്രസിബിൾ. ആക്ച്വലി കംപ്രസിബിലിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആക്ച്വലി എന്താണ് കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? കംപ്രസിബിലിറ്റി ഈസ് ആക്ച്വലി ഫംഗ്ഷൻ ഓഫ് ഡെൻസിറ്റി ആണ്. ഓക്കെ, ഒരു ഫ്ലൂയിഡ് കംപ്രസിബിൾ ആണോ? നമ്മൾ പറയും ദ ലിക്വിഡ്, ഓൾമോസ്റ്റ് ഓൾ ദ ലിക്വിഡ്സ് ആർ ഇൻകംപ്രസിബിൾ ഇൻ നേച്ചർ എന്ന് പറയും. ദാറ്റ് ഈസ് ഇപ്പൊ അതിന് ഇൻകംപ്രസിബിൾ അല്ലെങ്കിൽ കംപ്രസിബിൾ എന്ന് പറയുന്നത് നമ്മൾ ഡെൻസിറ്റി എന്തായില്ല, വേരി ചെയ്യില്ല. സോറി, ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഡെൻസിറ്റി. സോ കംപ്രസിബിൾ ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? In which the density of the fluid varies with respect to change in pressure. അതായത് density is not constant. Density is not constant. Compressive flow എന്ന് പറയുമ്പോഴത്തേക്കും density constant ആയിരിക്കില്ല. For example, take the case of gas. ആ ഒരു ഗ്യാസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്യാസ് is always compressible. All compressible. Compressible ആയിട്ട് നമുക്ക് വേരി ചെയ്യിക്കാനും സാധിക്കും. നേരെ മറിച്ച് വാട്ടറിന്റെ കേസ് എടുക്കാം. വാട്ടർ, നമ്മൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ ഏത് മീഡിയത്തിൽ പ്ലേസ് ചെയ്താലും ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? 1000 kg/m³ ആണ്. ഓക്കെ, അത് നമ്മൾ എങ്ങനെ ഏതൊരു മീഡിയത്തിൽ പ്ലേസ് ചെയ്താലും അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യാലും ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, സോ ഡെൻസിറ്റി ഓഫ് വാട്ടർ റിമെയിൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിനെ നമ്മൾ ഇൻകംപ്രസിബിൾ എന്ന് പറയും. ആ ഒരു ഫ്ലോയിനെ നമ്മൾ എന്ത് പറയും? ഇൻകംപ്രസിബിൾ ഫ്ലോ എന്ന് പറയും. ഓക്കെ, സോ the flow in which the density of the fluid is constant, അതാണ് incompressible flow എന്ന് പറയുന്നത്. Okay, so compressible and incompressible is a function of density. Density അതിന്റെ ഫംഗ്ഷൻ ആണ് ഈ പറയുന്ന compressibility എന്ന് പറയുന്നത്. And we know that almost all the liquids are incompressible in nature എന്ന് പറയും. അപ്പോൾ ജസ്റ്റ് അത് മാത്രം ഓർത്താൽ മതി. എന്താണ് incompressibility എന്ന് പറയുമ്പോഴത്തേക്കും ഡെൻസിറ്റി വരില്ല. നമ്മൾ density of the water 1000 kg/m³ ആണ് എടുക്കുന്നത്. Okay, it will not vary. Next is 1, 2 and 3-dimensional flow. As the name നമുക്കറിയാം, 1-dimensional flow എന്ന് പറഞ്ഞാൽ the fluid flows only in 1 dimension. 1 dimensional ആണ് ഫ്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ x direction അല്ലെങ്കിൽ y direction z direction ആയിരിക്കും ഫ്ലൂയിഡിന്റെ ഫ്ലോ ചെയ്യുന്നത്. 2-dimensional എന്ന് പറഞ്ഞാൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് 2 കോർഡിനേറ്റ്സിൽ, അതായത് എക്സോ വൈയോ അല്ലെങ്കിൽ വൈയോ സെഡോ അല്ലെങ്കിൽ എക്സോ സെഡോ ഏതെങ്കിലും ഒരു പ്ലെയിൻ, അതായത് ഒരു 2-dimensional ഫ്ലോ ആയിരിക്കും. ജസ്റ്റ് അറിയാം, എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നു. ദ ഫ്ലൂയിഡ് ഫ്ലോസ് ഇൻ എനി ഓഫ് ദി 2 dimensions. 3-dimensional ഫ്ലോ എന്ന് പറയുന്നത് കാണുന്ന ആക്ച്വലി റിയൽ ടൈമിൽ നമ്മൾ റിയൽ ആയിട്ട് കാണുന്ന എല്ലാ ഫ്ലോ എന്താണ്? 3-dimensional ഫ്ലോ ആണ്. ദാറ്റ് ഈസ് ഫ്ലൂയിഡ് ഫ്ലോസ് ഓൾ ദ 3 dimensions. x, y and z dimension. അപ്പൊ പ്രോപ്പർട്ടീസ് ആണെങ്കിലും, ഇപ്പൊ നമ്മൾ വെലോസിറ്റി പ്രോപ്പർട്ടി എടുക്കുവാണെങ്കിലും, it have the velocity have magnitude in 3 direction, vx അല്ലെങ്കിൽ u, v, w. ഇതേപോലെ വെലോസിറ്റി നമ്മൾ എടുക്കുവാണെങ്കിൽ ആ ഒരു 3 ഡയമെൻഷനിലും എന്തായിരിക്കും അതിന്റെ പ്രോപ്പർട്ടീസ്? ഈ പറയുന്ന 3 dimension ആണെങ്കിൽ 3 dimensionലും അതിന്റെ that's about the 1, 2 and 3-dimensional flow. Now another important എന്ന് പറയുന്നത് ലാമിനാർ ആൻഡ് ടർബുലന്റ് ഫ്ലോ ആണ്. എന്താണ് ലാമിനാർ ഫ്ലോ, എന്താണ് ടർബുലന്റ് ഫ്ലോ? ആക്ച്വലി ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞാൽ the flow of the fluid smooth and highly ordered, ഒരു വെൽ ഡിഫൈൻഡ് പാത്തിലൂടെ മൂവ് ചെയ്യുന്ന ഒരു ഫ്ലോയിനെയാണ് ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ദിസ് ഫ്ലോ the fluid layers are move parallel to each other and do not cross each other. അതായത് നമ്മൾ ഫ്ലൂയിഡ് ലെയർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ the fluid is flowing layer by layer and smooth, and ആ ഒരു ലെയർ ബൈ ഇക്വിഡിസ്റ്റന്റ് ആയിട്ട്, ആ ഒരു ഓരോ ലെയറും ഇക്വിഡിസ്റ്റന്റ് ആയിട്ടായിരിക്കും അത് മൂവ് ചെയ്യുന്നത്, യൂണിഫോം ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സ്മൂത്ത്. ഓക്കെ, ദ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ഈസ് സ്മൂത്ത് ആൻഡ് ഹൈലി ഓർഡേർഡ് ആൻഡ് ഇറ്റ് ഹാവ് ഗോട്ട് എ വെൽ ഡിഫൈൻഡ് പാത്ത്. ഓക്കെ, അതാണ് ലാമിനാർ ഫ്ലോ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഈ പറയുന്ന നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില പൈപ്പ് ഫ്ലോസ് ഒക്കെ നമുക്ക് ലാമിനാർ ഫ്ലോ ആയിട്ട് പറയാം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ടർബുലന്റ്. ടർബുലന്റ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് സിഗ്സാഗ് പാറ്റേൺ, അതായത് ഒരു സിഗ്സാഗ് മാനറിലായിരിക്കും ഫ്ലോ, ഒരു ഓർഡർ ഉണ്ടാവില്ല, ഇറ്റ്സ് നോട്ട് ഇൻ ആൻ ഓർഡർ. അങ്ങനെ മൂവ് ചെയ്യുന്ന ഫ്ലോയിനെയാണ് നമ്മൾ ടർബുലന്റ് ഫ്ലോ എന്ന് പറയുന്നത്. ആൻഡ്
the fluid layers cross each other and do not move parallel to each other. That which means the fluid is not moving in layer by layer. എന്താണ് അത് ആ ഒരു ടർബുലൻസ് അല്ലെങ്കിൽ ആ ഒരു എന്താണ് അതിന്റെ ബേസിക് എക്സാമ്പിൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ തിരമാലയൊക്കെ അടിക്കുന്ന ആ ഒരു ഫ്ലോയിനാണ് ടർബുലൻസ് ഫ്ലോ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ഈസ് നോട്ട് ഇൻ എ സിഗ്സാഗ് മാനർ. ദ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ഇൻ എ സിഗ്സാഗ് മാനർ. അപ്പൊ ഈ ലാമിനാർ ഫ്ലോ ലാമിനാർ ആണോ ടർബുലന്റ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ എ നമ്പർ, ഡയമെൻഷണൽ നമ്പർ ഈസ് കോൾഡ് റെയ്നോൾഡ്സ് നമ്പർ. ഓക്കെ, അപ്പൊ റെയ്നോൾഡ്സ് നമ്പറിനെ കുറിച്ച് നമ്മൾ ഫർദർ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് എ ടൈപ്പ് ഓഫ് ലൈൻസ് ഇൻ ഫ്ലൂയിഡ് ഫ്ലോ. ടൈപ്പ് ഓഫ് ലൈൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതും പി എസ് സിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം ഓവർസിയർ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. എന്താണ് പാത്ത് ലൈൻ? പാത്ത് ലൈൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? പാത്ത് ലൈൻ ഇസ് എ ട്രാജക്ടറി ട്രേസ്ഡ് ബൈ എ സിംഗിൾ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ. ഒരു സിംഗിൾ ഫ്ലൂയിഡ് പാർട്ടിക്കിളിന്റെ പാത്ത് ലൈൻ ആണ് അതിന്റെ ഒരു ഫ്ലോ ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ട്രേസ് ചെയ്യുന്നതിനാണ് നമ്മൾ പാത്ത് ലൈൻ എന്ന് പറയുന്നത്. സോ പാത്ത് ലൈൻ ഈസ് എ ട്രാജക്ടറി ട്രേസ്ഡ് ബൈ എ സിംഗിൾ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ. ഓക്കെ, ഇത് നേരത്തെ ഒരു ഓവർസിയറിന് കഴിഞ്ഞ ലാസ്റ്റ് ഇയർ ഓവർസിയറിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. ആൻഡ് ഇറ്റ് ഗീവ്സ് എ ട്രാവലിംഗ് ഹിസ്റ്ററി ഓഫ് ദി ഫ്ലൂയിഡ് എലമെന്റ് ഓവർ എ സ്പെസിഫൈഡ് ടൈം പീരീഡ്. So trajectory by a single particle. Second one, streamline ആണ്. Streamline is actually it is a curve used more than പല കാര്യങ്ങൾ നമ്മൾ ഫ്ലൂയിഡ് മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മൾ സ്ട്രീം ലൈൻ ആണ്. സോ സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞാൽ ഇമാജിനറി കർവ് such that a tangent drawn on this curve represents the direction of instantaneous velocity at that point. Okay, ഇപ്പൊ സ്ട്രീം ലൈൻ എന്ന് പറയുന്ന ഇമാജിനറി കർവ് ആ കർവിന്റെ ടാൻജന്റ് ആയിട്ട് വരുന്നതാണ് എന്ത്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. നമുക്ക് ഇറ്റ് വിൽ ഗീവ് ദ ഡയറക്ഷൻ ഓഫ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അറ്റ് ദാറ്റ് പോയിന്റ്. ഈ സ്ട്രീം ലൈൻ നോട്ട് ഇൻസൈഡ്. ഓക്കെ, each other ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം. സോ സ്ട്രീം ലൈൻസ് intersect with each other because a fluid particle cannot have two different velocities at the same time. ഓക്കെ, അപ്പൊ അത് ഇന്റർസെക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ആ നമുക്കറിയാം ഒരു കർവിന്റെ ടാൻജന്റ് ആയിട്ട് വരുന്നതാണ് അതിന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ് തരുന്നത്. സോ ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഹാവ് ടു ഡിഫറെന്റ് വെലോസിറ്റീസ് അറ്റ് ദ സെയിം ടൈം. സോ ഇറ്റ് ഈസ് നോട്ട്. എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു അനദർ ഫോം ഓഫ് ഫ്ലൂയിഡൈസേഷൻ ആണ്. ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റന്റേനിയസ് പൊസിഷൻ ഓഫ് ഫ്ലൂയിഡ്സ് ദാറ്റ് പാസ് ത്രൂ എ ഫിക്സഡ് പോയിന്റ് ഓഫ് ദി ഫ്ലോ. ഒരു സ്ട്രീറ്റ് ലൈനിന്റെ പാത്ത് വിഷ്വലൈസ് ചെയ്യാനായിട്ട് അതിന്റെ എക്സാമ്പിൾസ് അവിടെ പോകുന്നൊരു അതിന്റെ ഗ്യാസ് പോകുന്ന ഒരു ഫോമാറ്റ് ഉണ്ടല്ലോ, ഇതിലൊരു ഇതുണ്ടല്ലോ, പാത്ത് ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ അതിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നതാണ് സ്ട്രീറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, so it is an instantaneous position of fluids that have passed through a fixed point. ഒരു ഫിക്സഡ് പോയിന്റ് വെച്ചിട്ട് നമ്മൾ ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സ്ട്രീറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് ലൈൻ. അപ്പൊ നമ്മൾ ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ ഉണ്ട്, ടൈപ്സ് ഓഫ് ലൈൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് മിക്കതും തന്നെ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ലാമിനാർ ഫ്ലോ, ടർബുലന്റ് ഫ്ലോ, ഇൻകംപ്രസ് ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നതാണ്. ആൻഡ് ടൈപ്സ് ഓഫ് ലൈൻസ്. ടൈപ്സ് ഓഫ് ലൈൻസ് ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് നമുക്ക് ഓവർസിയറിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് പാത്ത് ലൈനിന്റെ ഒക്കെ. അപ്പൊ അതേപോലത്തെ രീതിയിൽ പഠിക്കാം. സോ ദാറ്റ്സ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. അപ്പൊ കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമ്മൾ ആദ്യം ഫസ്റ്റ് വി ഹാവ് ടു സ്റ്റഡി ദ ഫസ്റ്റ് പോയിന്റ്. The continuity equation is based on the principle of conservation of mass. Okay, as example point നമ്മൾ പറയുകയാണെങ്കിൽ continuity equation is the principle of conservation of ചോദിച്ചേക്കുന്നതാണ്. Continuity equation is based on the principle of moment of field. Okay, so continuity equation എന്ന് പറയുന്നത് based on the principle of conservation of mass. Okay, അപ്പോൾ അതെന്താ അത് പറയുന്നതെന്ന് നോക്കാം. When a fluid flow through a full pipe, the volume of fluid entering into the pipe must be equal to the volume of fluid leaving the pipe. നമ്മൾ ഇതിനകത്തൊരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. പൈപ്പ് ഡിഫറെന്റ് എന്താണ് മീറ്റർ, അതായത് ടൈപ്പിംഗ് സെഷൻ ആണ്, അതിന്റെ ഡയമീറ്റർ വരുന്നുണ്ട്. ഓക്കെ, സോ ഇൻലെറ്റ് എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി A1. The same fluid
ഇൻലെറ്റിൽ പാസ് ചെയ്യുന്ന ഫ്ലൂയിഡ് എത്രയാണോ അത് തന്നെ എന്താണ് നമുക്ക് ഗെറ്റ് ഇൻ ദി ഔട്ട്ലെറ്റ്. ഓക്കെ, സോ നമുക്കറിയാം ഈ ഒരു ക്രോസ് സെക്ഷനിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ബട്ട് the volume of flow should be remain. അപ്പോൾ അത് തന്നെയാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ പറയുന്നത്. We can do continuity equation as equation based on the principle of conservation of mass. Okay, that is A1 V1 അല്ലെങ്കിൽ ρ1 into A1 into V1 is equal to ρ2 into A2. Okay, ρ into എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ്. ആൻഡ് A1, so ρ1 V1 is equal to ρ2 into V2. അതാണ് എന്ത് പറയുന്നത്? ജനറൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത് ρ1 A1 V1 is equal to ρ2 into A2 into V2. And if the fluid is incompressed, ആ ഒരു fluid incompressed ആണെങ്കിൽ നമുക്ക് എന്ത് ഡെൻസിറ്റി ρ1 is equal to ρ2 എന്ന് പറയാൻ പറ്റും. So we can neglect the density. Density term negative. So we will get the A1 is equal to A2 into V2. First point എന്ന് പറയുന്നത് is based on the principle of conservation of mass and so fluid flowing per second will be constant. ഒരു rate of fluid എന്തായിരിക്കും? Constant ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ റേറ്റ് എന്ന് പറഞ്ഞാൽ A into B, വേറൊരു ബേസിക് A into B എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ചാർജ് ആണ്. ആൻഡ് ഡിസ്ചാർജ് പെർ സെക്കൻഡ് അതാണ് എന്താണ് ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ആണ്. സോ ഡിസ്ചാർജ് വിൽ ബി കോൺസ്റ്റന്റ്. ഓക്കെ, നമ്മളിപ്പോ ഒരു ഓക്കെ അത്ര അതിന്റെ ഉള്ളൂ. പോയിന്റ് എന്ന് പറയുന്നത് വെലോസിറ്റി ടു ഡിഫറെന്റ് ഫങ്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ ഇസ് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആൻഡ് സെക്കൻഡ് വൺ ഇസ് സ്ട്രീം ഫംഗ്ഷൻ. നേരത്തെയൊക്കെ പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ ഇതിനെ ബേസ് ചെയ്ത് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ സ്ട്രീം ഫംഗ്ഷൻ. അപ്പൊ അതെന്താന്ന് നോക്കാം. സോ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി defined as a scalar function of space and time. The negative derivative with respect to any direction will provide as the velocity of fluid particle indirect. എന്താ പറഞ്ഞിരിക്കുന്നത്? മാത്തമാറ്റിക്കലി നമ്മൾ ആ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. നമുക്കറിയാം, ലെറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു 3 ഡയമെൻഷനിൽ അല്ലെങ്കിൽ 3 ഡയമെൻഷനിൽ ഫ്ലോ ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ്, ആ ഫ്ലൂയിഡിന് 3 ഡയമെൻഷണൽ ഫ്ലോ ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെലോസിറ്റിക്ക് ഒക്കെ എന്താണ് 3 ഡയറക്ഷൻസിൽ മാഗ്നിറ്റ്യൂഡ്സ് ഉണ്ടാവും. ആൻഡ് ലെറ്റ് u v w is the magnitude of the velocity in the x y z direction. ഇപ്പൊ x y z ഡയറക്ഷനിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് നോക്കുകയാണ്. u എന്ന് പറയുന്നത് x ഡയറക്ഷനിൽ, v എന്ന് പറയുന്നത് y ഡയറക്ഷനിൽ, w എന്ന് പറയുന്നത് z ഡയറക്ഷനിൽ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും? വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ u is equal to minus dou phi by dou x, v is equal to minus dou phi by dou y, and w is equal to minus dou phi by dou z, which means the negative derivative with respect to any direction will provide the velocity of fluid particles in that direction. ആ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി, ആ ഡയറക്ഷനിലുള്ള ഫ്ലൂയിഡ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എന്ത് വരും? അത് നമുക്ക് കിട്ടും. നെഗറ്റീവ് ഡെറിവേറ്റീവ് ആണ് നമ്മുടെ പറയുന്നത്. അപ്പൊ മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ എഴുതാം? minus dou y by dou x, v is equal to minus dou phi by dou y, and w is equal to minus dou phi by dou z. അപ്പോ നമുക്ക് ക്വസ്റ്റ്യൻ തരുന്നത് ചിലപ്പോ അത് തന്നെ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ നമ്മൾ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത് യൂസിങ് ദ ലെറ്റർ ഫൈ വെച്ചിട്ടാണ് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ തരും. ലെറ്റ് ഫൈ എന്ന് പറയുന്നത് ഷുഡ് ബി 2xy അല്ലെങ്കിൽ 2x², അങ്ങനെ ഒരു ഫംഗ്ഷൻ തരും. ആ ഫംഗ്ഷൻ തന്നിട്ട് അതിനകത്ത് നമുക്ക് പോയിന്റ് ഫൈൻഡ് ദ വെലോസിറ്റി അറ്റ് ദ പോയിന്റ് ആ ഒരു u കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ആ ഒരു 2x² തന്നിരിക്കുന്ന ഫംഗ്ഷനെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈ. ഏതാണോ ഡയറക്ഷൻ ആ ഒരു ഡയറക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്നാൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. അതിന്റെ പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം. ഡോണ്ട് വറി. അപ്പൊ ചോദിച്ചിരിക്കുന്ന ഇതുവരെ PSCക്ക് ചോദിച്ചിരിക്കുന്ന ന്യൂമറിക്കൽസ് നമ്മൾ ക്ലാസ്സിൽ അത് ഓക്കെ.
So that's about the velocity potential function. And ഇതിനകത്ത് ഞാൻ അതിന്റെ ആ സിലിണ്ടറിക്കൽ ആൻഡ് പോളാർ കോർഡിനേറ്റ്സിന്റെ ടേംസിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു ഇക്വേഷൻ കൊടുത്തിരിക്കുകയാണ്. So dou phi by dou r is equal to and polar coordinates എന്ന് പറയുമ്പോഴത്തേക്കും in terms of r and theta, radius and theta ആണ് നമ്മൾ പറയുന്നത്. So dou phi by dou r is equal to u r and 1 by dou phi by dou theta is equal to u theta. ആ ഒരു ഇക്വേഷൻ കൂടി ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ ഓക്കെ. മെയിൻ ആയിട്ട് നമ്മൾ ചോദിച്ചു കണ്ടിരിക്കുന്നത് ബേസ്ഡ് ഓൺ ദി എന്താണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് വെച്ചിട്ട് തന്നെയാണ് ചോദിച്ചു കണ്ടിരിക്കുന്നത്. യു വി ഡബ്ല്യു കേസിൽ വെച്ചാണ് ചോദിച്ചു കണ്ടിരിക്കുന്നത്. എനിവേ സിലിണ്ടർ പോളാർ കോർഡിനേറ്റ്സിന്റെ കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്തത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. ആൻഡ് അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ഫോർ ദ ഫ്ലൂയിഡ് ഫ്ലോ ടു ബി ഇറോട്ടേഷണൽ, the rotational components are equal to 0. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഞാൻ പ്രോപ്പർട്ടീസ് കൊടുത്തിരിക്കുന്നത് നോക്കാം. നെക്സ്റ്റ്, if there exists any velocity potential function, then the fluid flow is rotational. Okay, അപ്പോൾ velocity potential function is exists, then fluid flow is rotational. And if the given velocity potential satisfy the Laplace equation, എന്നാൽ ലാപ്ലേസ് ഇക്വേഷൻ കൊടുക്കാതിരുന്നതാണ്, നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തതുകൊണ്ട് ലാപ്ലേസ് ഇക്വേഷൻ ആയിട്ട് എഴുതാതിരുന്നതാണ്. ഓക്കെ, but if the given velocity potential satisfy the Laplace equation, then the fluid flow is a representation of steady incompressible irrotational flow. Okay, അപ്പോൾ ലാപ്ലേസ് ഇക്വേഷൻ നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അത് പ്രൊവൈഡ് ചെയ്യായിരുന്നതാണ്. എനിവേ ആ ഒരു ഇത് നോക്കി വെച്ചു ആ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫ്ലൂയിഡ് ഫ്ലോ എങ്ങനെയായിരിക്കും? ഇറ്റ് ഷുഡ് ബി സ്റ്റഡി ഇൻകംപ്രസിബിൾ ഇറോട്ടേഷണൽ ഫ്ലോ. ഓക്കെ, that's about the velocity potential function. And now we can discuss the stream function. അപ്പോൾ സ്ട്രീം ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ലെറ്റർ സൈ. സൈ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഓൺലി ഫോർ ദി 2 dimensional ഫ്ലോ. 2 dimensional നമ്മൾ നേരത്തെ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ 3 dimensional ഫ്ലോക്ക് നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നു, ദാറ്റ് ഈസ് എക്സ് വൈ ആൻഡ് ഇസഡ് ഡയറക്ഷൻ. ബട്ട് ഹിയർ വി ആർ ഓൺലി ഡിഫൈനിങ് ദിസ് സ്ട്രീം ഫംഗ്ഷൻ ഫോർ 2 dimensional ഫ്ലോ. 2 dimensional ഫ്ലോയിൽ മാത്രമായിട്ടാണ് എന്ത് ഈ സ്ട്രീം ഫംഗ്ഷൻ വർക്ക്ഔട്ട് ആവുന്നത്. ഓക്കെ, so stream function എന്താണ്? It's basically defined as a scalar function of space and time such that its partial derivative with respect to any direction will provide us the velocity component at perpendicular to the direction. നേരത്തെ കേസിൽ നെഗറ്റീവ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഒരു ഡയറക്ഷനിലെ നെഗറ്റീവ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ആ ഡയറക്ഷനിലെ തന്നെ വെലോസിറ്റി നമുക്ക് കിട്ടുമായിരുന്നു. ആ ഫ്ലൂയിഡ് പാർട്ടിക്കിളിന്റെ ആ ഒരു വെലോസിറ്റി കമ്പോണന്റ്, ആ ഒരു ഡയറക്ഷനിൽ തന്നെ വെലോസിറ്റി കമ്പോണന്റ് നമുക്ക് കിട്ടുമായിരുന്നു. ബട്ട് ഹിയർ സ്ട്രീം ഫംഗ്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ്, ഏതെങ്കിലും ഒരു ഡയറക്ഷനിലെ പാർഷ്യൽ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുവാണെങ്കിൽ വെലോസിറ്റി കമ്പോണന്റ് കിട്ടുന്നത് അതിന്റെ പെർപെൻഡിക്കുലർ, ആ ഒരു ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണന്റ് ആയിരിക്കും കിട്ടുന്നത്. മാത്തമാറ്റിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഡോ സൈ ബൈ ഡോ ഇസ് ഇഫ് u and v are the velocity components in the x and y direction. x ലെ u, y ലെ vu ആണെങ്കിൽ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തു കഴിയുമ്പോഴത്തേക്കും സ്ട്രീം ഫംഗ്ഷൻ വെച്ച് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തേക്കും ഡോ സൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇറ്റ് വിൽ ബി ഡോ എക്സ്. എക്സിലെ എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി കമ്പോണന്റ് u ആണ്, പക്ഷേ we are obtaining the velocity component in the perpendicular direction. Okay, same in the case of dou psi dou y, that is minus u. Okay, ഇതാണ് രണ്ട് ഇക്വേഷൻ. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ perpendicular direction, സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ അതേപോലെ dou by dou y എന്ന് പറഞ്ഞാൽ മൈനസ് യു നെഗറ്റീവ്. So dou by dou x is v and dou psi by equal to minus u. That's about the stream function. And ഇതും അതുപോലെ തന്നെ പോളാർ കോർഡിനേറ്റ്സിന്റെ ജസ്റ്റ് നോക്കി വെച്ചേക്കുക. ഡോ ബൈ ഡോ എക്സ് മൈനസ് ടു തീറ്റ ഡോ സി ബൈ ഡോ തീറ്റ ഇസ് ഈക്വൽ ടു യു ആർ. ഓക്കെ, അതും കൂടി ജസ്റ്റ് നോട്ട് വെച്ചേക്കാം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി സ്ട്രീം ഫംഗ്ഷൻ. സോ അതിനെ പ്രോപ്പർ പറയുന്നുണ്ട്. So the existence of a stream function proves a possible case of fluid flow that can be either rotational or irrotational. അത് നമ്മൾ സ്ട്രീം ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് പറയുകയാണെങ്കിൽ അത് റൊട്ടേഷണൽ ആയിരിക്കാം, ഇറോട്ടേഷണൽ ആയിരിക്കാം. ആൻഡ് എ സ്ട്രീം ഫംഗ്ഷൻ ഓഫ് എ ഫ്ലൂയിഡ് സാറ്റിസ്ഫൈങ് ദ ലാപ്ലേസ് ഇക്വേഷൻ
ഈസ് സപ്പോസ് ടു ഹാവ് ആൻ ഇറോട്ടേഷൻ ഫ്ലോ. അപ്പൊ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഫ്ലൂയിഡ് സ്റ്റേറ്റ്മെന്റ് ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ എന്താണ് ഇറോട്ടേഷൻ ഫ്ലോ എന്ന് പറയുന്നത് ഇറോട്ടേഷൻ ഫ്ലോ ആയിരിക്കും. വെലോസിറ്റി ഫംഗ്ഷന്റെ ഇതേപോലെ തന്നെ പറഞ്ഞു, വെലോസിറ്റി ഫംഗ്ഷൻ ഓഫ് ദി ഫ്ലൂയിഡ് വിച്ച് സാറ്റിസ്ഫൈസ് ദി ലാപ്ലേസ് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ആ ഫ്ലോ എങ്ങനെയായിരിക്കും? സ്റ്റഡി ഇൻകംപ്രസിബിൾ റൊട്ടേഷൻ ഫ്ലോ ആയിരിക്കും. ഓക്കെ, ദാറ്റ്സ് എ ഡിഫറൻസ്. ആൻഡ് ഈ ഒരു ഇത് ഇമ്പോർട്ടന്റ് ആണ്, റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആൻഡ് സ്ട്രീം. ഓക്കെ, സോ ബൈ കമ്പയറിംഗ് ദി വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആൻഡ് സ്ട്രീം ഫംഗ്ഷൻ, നമുക്ക് ആദ്യം യു എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ഡോ സൈ ഡോ എക്സ്, വി എന്ന് പറഞ്ഞാൽ മൈനസ് ഡോ സൈ ബൈ ഡോ വൈ, ആൻഡ് ഡോ ഡോ ഫൈ ബൈ ഡോ എക്സ്. ഓക്കെ, സ്ട്രീം ഫംഗ്ഷൻ വരുമ്പോഴത്തേക്കും ഡോ സൈ ബൈ ഡോ എക്സ് ഈസിക്കൽ ടു എന്താണ്? വി ആണ്. ഡോ സൈ ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ മൈനസ് യു ആണ്. ഓക്കെ, അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വി വിൽ ഗെറ്റ് ഡോ ഫൈ ബൈ ഡോ എക്സ് ഈസിക്കൽ ടു ഡോ ഫൈ ബൈ ഡോ എക്സ് ഈസിക്കൽ ടു ഡോ സൈ ബൈ ഡോ വൈ, ആൻഡ് ഡോ സൈ ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് ഡോ ഫൈ ബൈ ഡോ മൈനസ് ഡോ സൈ ബൈ ഡോ എക്സ്. സോ അതാണ് രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് നമ്മൾ പഠിച്ച ഫസ്റ്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ പറഞ്ഞു. അതുപോലെ തന്നെ എന്തൊക്കെ ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ, ടൈപ്സ് ഓഫ് ഓക്കെ, നമുക്ക് ഇന്നത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സാർ ഡൗട്ട് ചോദിച്ചോട്ടെ. ഓക്കെ, സാർ ഡോ സൈ ബൈ ഡോ വൈ നെഗറ്റീവ് ആയത് എങ്ങനെ ഒന്നുകൂടെ പറയോ? ഡോ സൈ ബൈ ഡോ വൈ ഏതാണ് മനസ്സിലായില്ല. ഡോ സൈ ബൈ ഡോ സൈ ബൈ വൈ ഈക്വൽ ടു മൈനസ് യു അല്ലേ? അത് നെഗറ്റീവ് വന്നത് എന്തുകൊണ്ടാ? റിലേഷൻഷിപ്പിന്റെ അല്ലേ പറയുന്നത്? സ്ട്രീം ഫംഗ്ഷൻ വെലോസിറ്റി ആദ്യം സ്ട്രീം ഫംഗ്ഷൻ മൈനസ് യു എന്നാണോ ചോദിച്ചത്? അതെ സാറേ, മൈനസ് വന്ന അതാ കൊടുത്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതിന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. One second, കേട്ടോ. As per the definition, it will be എന്താണ് അതിന്റെ പർട്ടിക്കുലർ ഡയറക്ഷനിലെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെലോസിറ്റി കമ്പോണന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. Second. Yes, അത് കറക്റ്റ് ആണ്. അതായത്
പറഞ്ഞിരിക്കുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എനി ഡയറക്ഷൻ. ആ ഒരു പെർപെൻഡിക്കുലർ ഡയറക്ഷൻ അത് ചിലപ്പോൾ അതിന്റെ ഡെറിവേഷൻ നോക്കിയാലാണ് ഇത്രയും നമുക്ക് വെച്ചാൽ സ്ട്രീം ഫംഗ്ഷൻ പറയുമ്പോഴത്തേക്കും അതിന്റെ ഡയറക്ഷൻ ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് ഏത് ഡയറക്ഷൻ ആയിക്കോട്ടെ അതേ ഓക്കെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ മോഡലായിരിക്കും കിട്ടുന്നത്. ഓക്കെ, സോ അതിന്റെ ആ -1 സൈൻ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഞാൻ നാളെ നോക്കിയിട്ട് പറയാം. അപ്പൊ അതിന്റെ ഡെറിവേഷൻ ചെയ്യുമ്പോഴാണ് കറക്റ്റ് മനസ്സിലാവുള്ളൂ. നാളെ ക്ലാരിഫൈ ചെയ്ത്. ഓക്കെ ഓക്കെ സർ. ഓക്കെ, താങ്ക് യു.